ഇന്നത്തെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു manage violent patients എന്നുള്ളതാണ്. Okay, thank you so much for selecting this topic. I would like to appreciate the contributions of Dr. Andrew and all other IMA leaders for organizing this program. ഇന്നത്തെ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്, എല്ലാവർക്കും അറിയാം. Okay, over to the presentation. I would like to thank my dear colleague and friend Dr. Subramanian, who supported me in preparing these slides for presentation. Thank you so much. Next slide, please. നമുക്കൊരു കുറേയേറെ ലോകത്തുനിന്നുള്ള പല സ്റ്റാറ്റിസ്റ്റിക്സും ലഭ്യമാണ്. അമേരിക്കയിൽ നിന്ന് നമുക്ക് എല്ലാ കൺട്രീസിൽ നിന്നും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ലഭ്യമാണ്. അമേരിക്ക, ആഫ്രിക്ക, അതർ ഡെവലപ്ഡ് നേഷൻസ്, ഫ്രം എവരിവെയർ, എവരി കൺട്രി. എല്ലായിടത്തും ഇത്തരത്തിലുള്ള അസോൾട്ട്സ് ടുവേർഡ്സ് മെഡിക്കൽ പ്രൊഫഷണൽസ്, നഴ്സസ്, അതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങൾ, ആശുപത്രികൾ, ഇതൊക്കെയും നമുക്ക് സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പലപ്പോഴും ഡേറ്റ പരിശോധിക്കാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മളായിരിക്കുന്ന ആശുപത്രികൾ നമുക്ക് സുരക്ഷിതമല്ല. ഇത്തരത്തിലുള്ള വയലന്റ് പേഷ്യൻസ് നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായി രക്ഷപ്പെടുന്നതിനുള്ള ഔട്ട്ലെറ്റ്സും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അതുപോലെ അവർ വരുന്നുണ്ടെങ്കിൽ അവരെ സ്ക്രീൻ ചെയ്യുന്നതിനും മറ്റുള്ള സംവിധാനങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ നമുക്കൊന്നും ലഭ്യമല്ല. അതൊക്കെ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല കാരണങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് വയലൻ്റ് ആവാനുള്ള കാരണം. ആൻഡ് ദിസ് ഈസ് ദി ഇൻട്രൊഡക്ടറി സ്ലൈഡ്. ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. കുറേയേറെ സ്ലൈഡ്സ് ഉണ്ട്. See, most of the injuries, and this is about assaults at work. The data from USA. Okay, workplace assaults range from 23,540 and 25,630. അത്രമാത്രം, അതായത് അത്രത്തോളം ആളുകൾ അവിടെ ആനുവലി ഓരോ വർഷം ഇതിന് വിധേയമാകുന്നതാണ്. ഇത്തരം വയലൻസിനൊക്കെ വിധേയമാകുന്നു, അസോൾട്ട്സിനൊക്കെ വിധേയമാകുന്നതാണ്. അതിൽ 70 to 74% ഒക്കറിങ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിങ്ങിലാണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അവരൊക്കെയും ഇത്തരത്തിലുള്ള അസോൾട്ട്സിന് വിധേയമാകുന്നു, വയലന്റ് പേഷ്യൻസിന്റെ അസോൾട്ട്സിന് വിധേയമാകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് എന്താണ് വയലൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻസ് ഉണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? There is a word aggression. Aggression എന്ന് പറയുന്നത് is a behavior which is intended to cause harm to another or self. Aggression is a behavior which is intended to cause harm to another person or self. Violence is the execution of the aggression through direct physical activity. Violence എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വഴി ഒരു അഗ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. വയലൻസ് ഈസ് ദി എക്സിക്യൂഷൻ ഓഫ് ദി അഗ്രഷൻ ത്രൂ ഡയറക്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ അതിലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആണ് വയലൻസിൽ. നേരെ മറിച്ച് അഗ്രഷൻ എന്ന് പറയുന്നത് അത് എനി ആക്ടിവിറ്റി ദാറ്റ് ഈസ് ഇന്റൻഡഡ് ടു കോസ് ഹാം ടു അനദർ ഓർ സെൽഫ്. അതാണ് വ്യത്യാസം. അതൊരു ഫിസിക്കൽ കമ്പോണന്റ് നമ്മുടെ വയലൻസ് വരുന്നുണ്ട്. അഗ്രഷൻ ഈസ് ഓഫൺ എ നാച്ചുറൽ ഫിനോമിനൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാച്ചുറൽ ആയിട്ട് കാണാം. മേ ബി അപ്രോപ്രിയേറ്റ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ്. There may be a sort of reactive aggression that involves behavior directed to the source of a perceived threat. ഒരാളിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആയിട്ട് അങ്ങനെ വരാം. അതാണ് കോമൺ ആയിട്ട് കാണുന്ന അഗ്രഷൻ അസോസിയേറ്റ് വിത്ത് മെന്റൽ ഇൽനെസ്. അതാണ് കോമൺ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ അഗ്രഷനെ കുറിച്ച് വളരെയേറെ ശാസ്ത്രീയമായ പഠനം നടന്നിട്ടുണ്ട്. അഗ്രഷൻ ഈസ് മീഡിയേറ്റഡ് ബൈ, അതിനൊരു ബയോളജിക്കൽ ബേസിസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ എ സർക്യൂട്ട് കണക്റ്റിംഗ് the medial amygdala to the medial hypothalamus
ആൻഡ് ദി ഡോർസൽ റീജിയൻസ് ഓഫ് ദി പെരി അക്വിഡക്ടൽ ഗ്രേ മാറ്റർ. തീർച്ചയായും എന്തിനും ഏതിനും ഒരു ബയോളജിക്കൽ ബേസിസ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം നമുക്ക് നൽകുന്ന സൂചനകൾ. ഓക്കെ, അതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ഇൻവോൾവ് ആണ്. നോറഡ്രിനാലിൻ, സെറോട്ടോണിൻ, ഗാമ അമൈനോ ബ്യൂട്ടാറിക് ആസിഡ് ഗാബ, വാസോപ്രസിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, തൈറോക്സിൻ ആൻഡ് കോർട്ടിസോൾ. ദീസ് have been implicated in the production and modulation of aggression. Okay, ഇത് കൂടാതെ ഒട്ടേറെ സൈക്കോ സോഷ്യൽ എലമെന്റ്സും ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, an important aspect is regarding prediction of violence. നമുക്ക് predict ചെയ്യാൻ പറ്റും വയലൻസ്. അപ്പോൾ അത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ വയലന്റ് ആവുന്ന ഒരാളിനെ നമുക്ക് നിരീക്ഷിച്ചാൽ അയാളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദി പ്രഡിക്ഷൻ ഓഫ് വയലൻസ് ഈസ് പോസിബിൾ. ഓക്കെ, വളരെയേറെ ശ്രദ്ധയോടുകൂടി നമ്മളിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ വയലന്റ് ആവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി വയലന്റ് ആവാനുള്ള സൂചനകൾ ആ വ്യക്തി നമുക്ക് നൽകും എന്നുള്ളതാണ്. പ്രഡിക്റ്റേഴ്സ് ഓഫ് വയലൻസിനെ കുറിച്ച് പറഞ്ഞാൽ അത് വളരെയേറെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കണം. നമ്പർ 1, ഇമ്മിനന്റ് പ്രഡിക്റ്റേഴ്സ് എന്ന് പറയും. ഇമ്മിനന്റ് പ്രഡിക്റ്റേഴ്സ് ഫ്രം മിനിറ്റ്സ് ടു അവേഴ്സ് നമുക്ക് ഒരാളിനെ നമുക്ക് ശ്രദ്ധിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. A person with increased restlessness or agitation, okay, hyperventilation, increased volume of speech, ഉറച്ച് സംസാരിക്കുക, വളരെയേറെ ശക്തമായി സംസാരിക്കുക, ആംഗ്രി ജസ്റ്റേഴ്സ്, അയാൾ കാണിക്കുന്ന അയാളുടെ ചില ആംഗ്യങ്ങളോ അംഗ വിക്ഷേപങ്ങളോ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാൾ വയലന്റ് ആവാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ വെർബൽ ഓർ നോൺ വെർബൽ ത്രെറ്റ്സ്, വാക്കുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്താം, ചിലപ്പോൾ ആംഗ്യം കൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്താം. അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. എല്ലാ വ്യക്തികളും എപ്പോഴും ഈ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു അഗ്രഷൻ അല്ലെങ്കിൽ വയലൻസ് നമുക്കുണ്ടാകാം എന്നുള്ള ഒരു പ്രിപ്പയർഡ്നെസ് നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഓക്കെ, സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് എന്നുള്ളതാണ്. അതുപോലെ ക്ലോസിങ് ഓഫ് പേഴ്സണൽ സ്പേസ്. നമുക്കെല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസിനകത്തേക്ക് ഒരാൾ കടന്നു വരിക നമ്മുടെ അനുവാദമില്ലാതെ ശക്തമായിട്ട് നമ്മുടെ അടുത്തേക്ക് വളരെ അടുത്തേക്ക് കടന്നു വന്ന് നമ്മുടെ പേഴ്സണൽ സ്പേസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിലും അതൊരു പക്ഷേ നമുക്ക് അപകടകരമായി മാറാം. ഇൻക്രീസ് എറാറ്റിക് മൂവ്മെന്റ്, ചില ശക്തമായ ചലനങ്ങൾ, ശാരീരിക ചലനങ്ങളൊക്കെ ചില വ്യക്തികളെ കാണിക്കാം. ഹോസ്റ്റൈൽ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ മുഖത്ത് നിന്ന് അവരുടെ ദേഷ്യം, അവരുടെ നമ്മളോടുള്ള മനോഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവര് വളരെ ദേഷ്യം പ്രകടിപ്പിക്കും, മുഖത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിത്ഡ്രോയൽ ആൻഡ് ഓർ റിഫ്യൂസൽ ടു ടോക്ക്, ചിലർ ഇങ്ങനെ പമ്മി നിൽക്കും, ചിലപ്പോൾ സംസാരിക്കാൻ തയ്യാറാവത്തില്ല. അവരിങ്ങനെ ശക്തമായ രീതിയിൽ അവർ മനസ്സിലിങ്ങനെ നമ്മളെ ആക്രമിക്കുന്നതിനുള്ള ഒരു പ്ലാനോട്ട് നിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പലതരത്തിലുള്ള വയലന്റ് ബിഹേവിയർ അവർ കാണിക്കാം. മേ ബി ഒരാൾ സൈക്കോട്ടിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ നമ്മൾ സാധാരണ പറഞ്ഞ സൈക്കോസിലെ കാണുന്ന ഡെലൂഷൻസ് ഹാലുസിനേഷൻ ഒക്കെ കൊണ്ട വ്യക്തികൾ പലപ്പോഴും ആക്ടിങ് ഔട്ട് എന്നുള്ള ഒരു പ്രക്രിയയുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു കമാൻഡിങ് ഹാലുസിനേഷൻ റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു പ്രോസിക്യൂട്ടർ ഡെലൂഷനുള്ള അയാളെ മറ്റുള്ളവരെ ആക്രമിക്കുമോ എന്ന് കരുതിയിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് എൻ്റെ സാഹചര്യത്തിൽ കോണ്ടക്സ്റ്റിൽ ആളുകൾ വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. മേ ബി ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റിൽ. ഓക്കെ, പർട്ടിക്കുലർലി ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, സ്റ്റിമുലന്റ് ഡ്രഗ്സ് ഇൻടോക്സിക്കേഷൻ. മറ്റൊന്ന് സബ്സ്റ്റൻസ് വിത്ഡ്രോവൽ സ്റ്റേറ്റിലാണ്. ഇത് മേ ബി ആൽക്കഹോൾ വിത്ഡ്രോവൽ സ്റ്റേറ്റ്, അവിടെയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകും. റിക്കറൻസ് ഓഫ് നോൺ വയലന്റ് ഒരു വയലന്റ് പേഷ്യൻ, നേരത്തെ വയലൻസ് കാണിച്ചിട്ടുള്ള ഒരാൾ അയാൾ വയലൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ നമുക്ക് നൽകുന്ന ചില സൂചനകളാണ്. മറ്റൊന്ന് മീഡിയം ടേം പ്രഡിക്റ്റേഴ്സ് എന്ന് പറയും. അവേഴ്സ് ടു വീക്സ് ആണ് മീഡിയം ടേം പ്രഡിക്റ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡോക്ടറെ നമുക്ക് നഷ്ടപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യക്തിയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് തലേ ദിവസമൊക്കെ അയാളിങ്ങനെ നോർമൽ ബിഹേവിയർ ആയിട്ടൊക്കെ നടന്ന് നമ്മൾ വായിച്ചു. അപ്പം ഫ്രം അവേഴ്സ് ടു വീക്സ് ആണ് ഈ മീഡിയം ടേം പ്രഡിക്റ്റേഴ്സ് വരുന്നത്. നിർഭാഗ്യവശാൽ അതൊന്നും ശരിയായ രീതിയിൽ ഇടപെടാൻ ആരും അവിടെ തയ്യാറായില്ല. ഒരാളിങ്ങനെ അക്രമാസക്തനായി നടക്കുന്നു, അല്ലെങ്കിൽ ഒരാളിങ്ങനെ അബ്നോർമൽ ബിഹേവിയർ കാണിച്ച് ചുറ്റുപാട് നടക്കുന്നു.
പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു, അയൽവീടുകളൊക്കെ കടന്നു കയറുന്നു, സമീപത്തുള്ള കിണറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ അപ്പം മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ തന്നെയുള്ള പലതരത്തിലുള്ള അബ്നോർമൽ ബിഹേവിയറും ഒക്കെ അവിടെ കണ്ടിരുന്നു. അപ്പൊ നേരത്തെ കുട്ടി വയലൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെയും വയലൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ഹിസ്റ്ററി ഓഫ് വയലൻസ് വളരെ പ്രധാനമാണ്. ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യണം. സബ്സ്റ്റൻസ് അബ്യൂസ് നേരത്തെ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ സബ്സ്റ്റൻസ് അബ്യൂസ് വഴി ഇങ്ങനെ അതിന്റെ അനന്തരഫലം എന്ന നിലയിൽ വയലന്റ് ആകാം. പുരുഷന്മാരാണ് കൂടുതലും ഇത്തരത്തിൽ വയലൻസ് കാണിക്കുന്നത് എന്നാണ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. പിന്നെ ആക്റ്റീവ് സൈക്കോട്ടിക് ഇൽനെസ് ഉള്ള ആൾക്കാർ, അപ്പം സൈക്കോട്ടിക് ഇൽനെസ് ഉള്ള ആൾക്കാർ, ഡെലൂഷൻസ് ഹാലുസിനേഷൻസ് ഒക്കെ ഉള്ള സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള ആളുകൾ, അതിലും മൂഡ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, മാനിയ പോലുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ബൈപ്പോളർ മൂഡ് ഡിസോർഡർ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ചിലപ്പോൾ അവരുടെ രോഗത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വയലന്റ് ബിഹേവിയർ കാണിക്കാം. പിന്നെ ലോങ് ടേം പ്രെഡിക്റ്റേഴ്സ് ആണ്. അപ്പം അതിൽ ഓർഗാനിക് ബ്രെയിൻ ഡിസോർഡേഴ്സിൽ നമുക്കറിയാം ഫ്രോണ്ടൽ ലോബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് വഴി വയലൻസ് കാണിക്കുക. ഹിസ്റ്ററി ഓഫ് പുവർ കംപ്ലയൻസ് വിത്ത് ട്രീറ്റ്മെന്റ്. പലപ്പോഴും ഈ വയലന്റ് ബിഹേവിയർ ഉള്ള ആളുകൾ അവർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് വയലൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മെന്റൽ ഇൽനെസിന്റെയും കോണ്ടെക്സ്റ്റിൽ. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ചില പേഴ്സണാലിറ്റി ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ, അതുപോലെ വളരെ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ ഉള്ള ആൾക്കാർ, ഇമ്പൾസീവായിട്ടൊക്കെ പലപ്പോഴും ഇങ്ങനെ വരുന്നത്. അതുപോലെ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കാനുള്ള സാഹചര്യമുള്ള ആൾക്കാർ പലപ്പോഴും ഈ വയലൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ആ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പലതരത്തിലുള്ള വൈകാരിക വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾ, ഡിസപ്പോയിൻമെന്റ്സ്, ഡെസ്പറേഷൻ, അതുപോലെ മൂഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഗ്രഷനും അതൊക്കെ ഇങ്ങനെ കാണിക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് we'll move to next slide, please. Next slide, please. കുറച്ച് ഡേറ്റ റിഗാർഡിങ് ഡിഫറെന്റ് അറ്റാക്സ്, ഡെത്ത്സ്, ഇഞ്ചുറീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഗതി കാണിക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ഒരു US ബേസ്ഡ് ഡേറ്റയാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. നമ്മൾ ഇതിപ്പോൾ COVID-19 പാൻഡമിക്കിന്റെ സാഹചര്യത്തിലുള്ള ഒരു സ്ലൈഡ് തയ്യാറാക്കിയതാണ്. തീർച്ചയായും ഹെൽത്ത് കെയർ വർക്കേഴ്സ് ജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി ധാരാളം 10,000-കണക്കിന് ഡോക്ടേഴ്സ് ജീവത്യാഗം ചെയ്തു. അപ്പം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. സോ വി ടേക്ക് റിസ്ക് ourselves, okay, to deliver services, to provide health care services to the people. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം റിസ്ക് എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സേവനം നൽകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാകുന്നത്. ഓക്കെ, തീർച്ചയായും അതിനനുസരിച്ചിട്ട് തിരിച്ച് നമ്മളെ കരുതാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. അതങ്ങനെയാണോ എപ്പോഴും? നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ടോ? നമ്മൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം വളരെയേറെ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. Healthcare in danger. It's a matter of life and death. More than 4,200 people were direct victims of violence against healthcare. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 50% of attacks were around inside or targeted healthcare facilities ആണ്. നമ്മുടെ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിലാണ് പതിയും ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 598 healthcare workers were killed or beaten, wounded എന്നുള്ള ഒരു സംഗതിയാണ്. Over 700 medical transports were affected directly or indirectly എന്നുള്ളൊരു ഡേറ്റയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് പ്ലീസ്. നിയോഷ് അതിന്റെ ഡെഫിനിഷനാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട. വയലൻസിന്റെ ഒരു ഡെഫിനിഷൻ നേരത്തെ സൂചിപ്പിക്കേണ്ട. ഇവിടെ പറയുന്നത് വയലന്റ് ആക്ട്സ് ഇൻക്ലൂഡിംഗ് ഫിസിക്കൽ അസോൾട്ട്സ് ആൻഡ് ത്രെറ്റ്സ് ഓഫ് അസോൾട്ട്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് പേഴ്സൺ അറ്റ് വർക്ക് or on duty. According to the Bureau of Labor Statistics (BLS), 27 out of the 100 fatalities in healthcare and social service settings that occurred in 2013 were due to assaults and violent acts. Next, please. Next, please. മാനേജ്മെന്റ് അപ്രോച്ച് ഓഫ് പേഷ്യൻസ് വിത്ത് വയലന്റ് ആൻഡ് അഗ്രസീവ് ബിഹേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റൽ സൗത്ത് ആഫ്രിക്ക. ഇത് വളരെ നല്ലൊരു പേപ്പറാണ്, എല്ലാവരും ഇത് വായിക്കണം. ഈ ഒരു പേപ്പർ മാനേജ്മെന്റ് അപ്രോച്ച് ഓഫ് പേഷ്യൻസ് വിത്ത് വയലന്റ് ആൻഡ് അഗ്രസീവ് ബിഹേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റൽ സൗത്ത് ആഫ്രിക്ക. അത് നമ്മൾ ഗൂഗിളിൽ നമുക്ക് ലഭ്യമാണ്, PubMedൽ കിട്ടും. ഓക്കെ,
Next, please. Violent and threatening behavior is not acceptable here. Okay. Poster informing patients that violence is unacceptable at Austin Health. ഇത് നമുക്ക് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് എഴുതി വെക്കണമെന്നാണ്. ആളുകൾക്ക് കാണത്തക്കോണം നമ്മളിപ്പം സേവനങ്ങളുടെ വിവരം നമ്മൾ എല്ലായിടത്തും സേവന അവകാശ നിയമം നമുക്കിവിടെ ഉണ്ട്. അതെല്ലാം നമുക്ക് അവർ കൊടുക്കുന്ന സേവനങ്ങളുടെ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ എല്ലാ ആശുപത്രികളും എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശുപത്രിയിൽ ഇത്തരത്തിൽ വയലൻസ് ടോളറേറ്റ് ചെയ്യില്ല, ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിയമങ്ങൾ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള അതിൻ്റെ വരുംവരകളൊക്കെയും വലിയ അക്ഷരങ്ങൾ നമ്മൾ വലിയ ബോർഡായിട്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്യണം. നെക്സ്റ്റ്. സോ ദീസ് അതൊക്കെ പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ കൺസിഡറൻസ് ആയി. നെക്സ്റ്റ് പ്ലീസ്. ഇതിൽ ഹോസ്പിറ്റൽ വർക്ക് പ്ലേസ് അഗ്രഷൻ എക്സ്പോഷർ ബൈ ടൈപ്പ് ഓഫ് അഗ്രഷൻ ആൻഡ് ടൈം പീരിയഡ് വളരെ അതൊരു കുറച്ച് ഡേറ്റ തന്നിരിക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് പ്ലീസ്. Guidelines for preventing workplace violence for healthcare and social service work. It is available online. നമുക്ക് ലഭ്യമായ റിസോഴ്സ് ആണത്. പറ്റുമെങ്കിൽ അത് കളക്ട് ചെയ്ത് വായിക്കണം. ഓക്കെ, ഗൈഡ്ലൈൻസ് ലഭ്യമാണ്. വയലൻസ് ആൻഡ് അഗ്രഷൻ ഷോർട്ട് ടൈം മാനേജ്മെന്റ് ഇൻ മെന്റൽ ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ്. അപ്ഡേറ്റഡ് എഡിഷൻ ഇസ് അവൈലബിൾ. നൈസ് ഗൈഡ്ലൈൻസ് എന്ന് പറയും NG10. നാഷണൽ കൊളാബറേറ്റീവ് സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത് കമ്മീഷൻ ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ്, പബ്ലിഷ്ഡ് ബൈ ദി ബ്രിട്ടീഷ് മെഡിക്കൽ സൊസൈറ്റി ആൻഡ് റോയൽ കോളേജ് ഓഫ് സൈക്യാട്രിസ്റ്റ്. ഇത് ലഭ്യമാണ്, ഓൺലൈൻ നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പ്ലീസ്. ദി ലൈഫ് ടൈം പ്രിവലൻസ് ഓഫ് വയലൻസ് ഇൻ നോൺ സൈക്യാട്രിക് പോപ്പുലേഷൻ എത്രയാണ്? 7.3% ആണ്. അപ്പോൾ വയലൻസ് സൈക്യാട്രിക് പേഷ്യൻസിൽ നിന്നും നമുക്കുണ്ടാവാം, സൈക്യാട്രിക് പേഷ്യൻസ് അല്ലാത്ത ആളുകളിൽ നിന്നുണ്ടാകും. സോ ദി ലൈഫ് ടൈം പ്രിവലൻസ് ഓഫ് വയലൻസ് ഇൻ നോൺ സൈക്യാട്രിക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 7.3% എന്നുള്ളതാണ് സ്റ്റഡി. ദോസ് വിത്ത് അണ്ടർലൈങ് മെന്റൽ ഇൽനെസ് നമ്മൾ അത് കൂടും, അത് ഇരട്ടിയിലധികം, 16.1% ആണ്. അപ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള വയലൻസും അങ്ങനെയുള്ള സംഗതികളൊക്കെ മെന്റൽ ഇൽനെസ് റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇൻഡിവിജ്വൽസ് വിത്ത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് വെർ മോർ ലൈക്ലി ടു ബി വയലന്റ്. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉള്ളവരിലാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാകാൻ പറ്റുന്നതാണ്. പലതരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് നമുക്ക് അറിയാം. ആൽക്കഹോൾ ഉണ്ട്, മറ്റു തരത്തിലുള്ള സ്റ്റിമുലന്റ് ഡ്രഗ്സ് ഉണ്ട്, ഡിസൈനർ ഡ്രഗ്സ് ഉണ്ട്. വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭ്യമായ ഒരുപാട് ന്യൂ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് NPS എന്ന് പറയും. ഏത് തരത്തിൽ സബ്സ്റ്റൻസ് അബ്യൂസും അതിൻ്റെ യൂസിന് ശേഷം ആളുകൾ വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. 35% വയലൻസ് ഉണ്ടാകുന്നത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതാണ് പഠനം സൂചിപ്പിക്കുന്നത്. ഇൻഡിവിജ്വൽസ് വിത്ത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആൻഡ് കോമർ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അത് ഒരു 43.6% വരും. ഇൻഡിവിജ്വൽസ് വിത്ത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആൻഡ് കോമോർബിഡ് ഡിസോർഡേഴ്സ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ, അപ്പോൾ അതായത് മെന്റൽ ഇൽനെസ് പെർ സെ പ്ലസ് എനി സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറും കൂടെ ചേർന്ന് വരുമ്പോൾ അഗ്രഷന്റെ തോത് അല്ലെങ്കിൽ വയലന്റ് ആവാനുള്ള സാധ്യതയും അതൊക്കെ വളരെയേറെ കൂടുന്നു. 43.6% ആവും. മേ ബി ഇപ്പോൾ മാനിയ ഉള്ള ആള്, മൂഡ് ഡിസോർഡർ മാനിയ ഉള്ള ആള്, അതിൻ്റെ കൂടെ സബ്സ്റ്റൻസ് യൂസും കൂടെ ഉണ്ട്, ആൽക്കഹോൾ അബ്യൂസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറും കൂടെ ഉണ്ടെങ്കിൽ, അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആള് വയലന്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 43.6%. നെക്സ്റ്റ് പ്ലീസ്. വളരെ പ്രധാനപ്പെട്ടാണ്, ട്രയൽ ടൂളാണ്. അപ്പം നമ്മുടെ ഒരു ആശുപത്രിയിലേക്ക് ഒരാളെ കൊണ്ട് വരുമ്പോൾ, ഒരാൾ എത്തിച്ചേരുമ്പം അവിടെ പല പല ഘട്ടങ്ങളായിട്ട് അയാളെ ഇവാലുവേറ്റ് ചെയ്യണം. നേരെ നമ്മുടെ ഡോക്ടറൊക്കെ വന്ന് വരിക എന്നുള്ളതല്ല, നേരത്തെ അയാളെ ട്രയൽ സിസ്റ്റത്തിലൂടെ കടന്നു പോകണം. The triage questions will originate from research with abused women and interviews with emergency department staff at a major city hospital and emergency workers and community mental health. അത് Hoff and Rosenbaum 1994 അവർ തയ്യാറാക്കിയിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, അത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് വയലൻസിനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ത്രെറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അസോൾട്ടീവ് ബിഹേവിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ അതിനായി തയ്യാറാക്കി പ്രത്യേക റൂമിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതെല്ലാ ആശുപത്രികളൊന്നും ഇല്ല, ഇനി ലഭ്യമാക്കേണ്ടിയിരിക്കും ഭാവിയിൽ നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഇപ്പോൾ US ആണെങ്കിൽ അവിടെ നഴ്സസ് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. അവർ ഇതൊക്കെ അസസ് ചെയ്യും. ഈ ട്രയൽ അതിലൊക്കെ അവർ വളരെ ഇൻവോൾവ് ആണ്. അപ്പോൾ അവരുടെ ലെവലിലുള്ള ഇവാലുവേഷനെ കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടർ അടുത്ത് പേഷ്യൻ്റ് ആളെത്തുന്നത്. ഇവാലുവേഷൻ ഓഫ് എ പ്രോബിൾ മെന്റലി, തീർച്ചയായും ഏറ്റവും കൂടുതൽ അഗ്രഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മെന്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരിൽ നിന്നായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ബേസിക്
ബേസിക് ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരാളുടെ മാനസിക നില മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം, നഴ്സസും അറിഞ്ഞിരിക്കണം. നമ്മളതിനെ മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. സോ ഒരു വ്യക്തി വയലന്റ് ആവാനുള്ള പ്രെഡിക്റ്റേഴ്സ് ഒക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതിനുള്ള പ്രോബബിൾ ഇവാലുവേഷൻ ഓഫ് എ പ്രോബബിൾ മെന്റൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ. ഒരാളിനെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പ്രൊവൈഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് നമുക്ക് ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ അപ്പിയറൻസ്, അയാളുടെ ഹൈപ്പർ വിജിലൻ്റ് ആണോ, അയാൾ ഡിസ്ട്രാക്റ്റഡ് ആണോ, അയാൾ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ടോ, അയാൾ ഭീഷണി മുഴക്കുന്നുണ്ടോ, അയാളുടെ ശാരീരിക ചലനങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരു അഗ്രസീവ് രീതിയിലാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അംഗവിക്ഷേപങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ, അസസ് പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ അസസ് പേഷ്യൻസ് അണ്ടർസ്റ്റാൻഡിങ്, അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ എങ്ങനെയുള്ള വാക്കുകളാണ്. ചിലരൊക്കെ നമുക്കറിയാം അബ്യൂസീവ് ലാംഗ്വേജ് അല്ലേ, നമുക്കറിയാം. ചിലപ്പോൾ ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പം അസഭ്യങ്ങൾ പറയുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള നമ്മൾ ശ്രദ്ധിക്കണം. അയാളുടെ കണ്ടന്റ് ഓഫ് സ്പീച്ച് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് വി ഹാവ് ടു ഡോക്യുമെന്റ്. അതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണമെന്നാണ്. ഓക്കെ. ഇപ്പം നമ്മൾ അതുപോലെ അയാളുടെ മൂഡ് നമ്മൾ അസസ് ചെയ്യണം. മൂഡ് ആൻഡ് ഇമോഷൻസ്. അയാളുടെ മൂടെന്ന് പറഞ്ഞാൽ സ്ഥായിയായ വൈകാരിക അവസ്ഥയാണ് മൂടെന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ വൈകാരിക അവസ്ഥ എന്താ നമ്മൾ അസസ് ചെയ്യാൻ കഴിയണം. അയാൾ അജിറ്റേറ്റഡ് ആണോ, അയാൾ ഏതെങ്കിലും തരത്തിലുള്ള എക്സൈറ്റ്മെന്റ് എന്ന് നമ്മൾ പറയും, എക്സൈറ്റ്മെന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ നമ്മൾ, ഇറിറ്റബിൾ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ആണോ എന്ന് നോക്കണം. ഓക്കെ, മേ ബി ചില പേഷ്യൻസ് പലപ്പോഴും എല്ലാവരും ഇങ്ങനെ ആയിരിക്കത്തില്ല. ചിലർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചിലർ വളരെ ഡിപ്രസീവ് ആയിരിക്കാം, സെൽഫ് ഹാം ബിഹേവിയർ കാണിക്കുന്നതായിരിക്കും, DSH ഡെലിബറേറ്റ് സെൽഫ് ഹാം ഉള്ള, ആത്മഹത്യാ പ്രവണതയുള്ള, അവരെ മുറിവേൽപ്പിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സൂയിസൈഡൽ ഐഡിയേഷനോ സൂയിസൈഡൽ ബിഹേവിയർ ഒക്കെ ഉള്ളവരാണ് നമുക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ, ചിലർക്ക് ആൻസൈറ്റി ഉണ്ടാവും, ചിലർക്ക് ഫിയർ ഉണ്ടാവും, ചിലർക്ക് ആങ്കർ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഉണ്ടോ നമ്മൾ അസസ് ചെയ്യണം, ഇമോഷൻസ് ഒക്കെ അസസ് ചെയ്യണം. നെക്സ്റ്റ് പ്ലീസ്. Next slide, please. Then perceptions നമുക്കറിയാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങൾ, ഉദ്ദീപനമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ദ്രിയ അനുഭൂതി ഉണ്ടാകുന്ന നമുക്ക് ഹാലുസിനേഷൻ എന്ന് പറയും. ചില ആൾക്കാർ ഹാലുസിനേഷൻ ഉള്ളവരായിരിക്കാം. And we have to assess whether the person is having a hallucination. It may be auditory hallucination. സാധാരണ സ്കിസോഫ്രീനിയയിലാണ് auditory hallucination ഒക്കെ ഉള്ളത്. അതൊക്കെ ഹിസ്റ്ററി നമുക്ക് കിട്ടും. ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരാണോ, മേ ബി ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും മേ ബി ഇൻ റെസ്പോൺസ് ടു എനി വോയിസ്, അവർ കേൾക്കുന്ന ഏതെങ്കിലും വോയിസ് റെസ്പോൺസ് ആയിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കുക. ഓഡിറ്ററി ഹാലുസിനേഷൻസ് ഉണ്ടോ, മറ്റേതെങ്കിലും ഹാലുസിനേഷൻസ് ഉണ്ടോ, പെർസെപ്ച്വൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ, വിഷ്വൽ ഹാലുസിനേഷൻ, ടാക്ടൈൽ ഹാലുസിനേഷൻ. ഇപ്പോൾ കൊക്കൈൻ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ടാക്ടൈൽ ഹാലുസിനേഷൻ കാണും. മറ്റേതെങ്കിലും ഹാലുസിനേഷൻസ് ഉണ്ടോ നോക്കും. പിന്നെ ഒരു കാര്യം തോട്ട്സ് ആണ്, അവരുടെ ചിന്താഗതിയിൽ എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് നോക്കും. പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ഡെലൂഷൻ, പാരനോയിഡ് ആണോ, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ഉണ്ടോ. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ എപ്പോഴും വിശ്വാസത്തിലെടുക്കത്തില്ല, മറ്റുള്ളവർ സസ്പീഷ്യസ് ആയിട്ട് കാണും. മറ്റുള്ളവർ തനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, തന്നെ ഹാം ചെയ്യാൻ പോകുന്നു, കൊല്ലാൻ പോകുന്നു. അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും അവർ ആയുധങ്ങൾ കരുതിയിരിക്കും. അപ്പോൾ ഞങ്ങൾ മെന്റൽ ഹോസ്പിറ്റലൊക്കെ വരുന്ന പേഷ്യൻസിനെ ഞങ്ങൾ നോക്കും. പലപ്പോഴും അവരുടെ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ രഹസ്യമായിട്ട് പലതരത്തിലുള്ള ആയുധങ്ങൾ, മറ്റുള്ളവരെ ആക്രമിക്കുമെന്ന് വിചാരിക്കുന്നത് കൊണ്ട്, ഭയപ്പെടുന്നത് കൊണ്ട് അവർ സ്വയരക്ഷയ്ക്കായിട്ടായിരിക്കാം അവർ ഇത്തരം ആയുധങ്ങൾ എപ്പോഴും കരുതുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സാമിൻ ചെയ്യണം. അപ്പോൾ നമ്മളെ കാണാൻ വരുന്ന പേഷ്യൻസിനെ അവരെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി, അപ്പം നമ്മുടെ അവിടെയൊക്കെ നമുക്ക് ഈ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായും വരുന്ന പേഷ്യൻസിനെ നമ്മൾ അത്തരത്തിൽ നമ്മളെ കാണണം. മെന്റലി വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഈ നമ്മളെ കാണാൻ വരുന്ന ഏതൊരു പേഷ്യൻ്റ് എപ്പോൾ വേണോ വയലൻ്റ് ആവാം എന്നുള്ള ഒരു വിചാരത്തോടു കൂടി, ആ ഒരു മുൻനിരുക്കത്തോടുകൂടി, ആ ഒരു മുൻ ധാരണയോടുകൂടി നമ്മളെല്ലാവരും ഇരിക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ തോട്ട്സ് അസസ് ചെയ്യുമ്പം പാരനോഡ്, അതായത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ചിലർക്ക് ഗ്രാൻഡ്യൂസ് ഡെലൂഷൻസ് ആണ്, മാനിയയിലേക്കാണ് ഗ്രാൻഡ്യൂസ് ഡെലൂഷൻ. ചിലർക്ക് നിഹിലിസ്റ്റിക് ഡെലൂഷൻ കാണും, പലതരത്തിൽ ഡെലൂഷൻസ് ഉണ്ട്. അപ്പോൾ തോട്ട് അബ്നോർമാലിറ്റീസ് ഉണ്ടോ. പിന്നെ കൊഗ്നിറ്റീവ്
കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ചിന്താഗതികളൊക്കെ അസസ് ചെയ്യുക. നമുക്കറിയാം, നമുക്ക് ഹയർ മെൻ്റൽ ഫങ്ഷൻ നമുക്ക് അസസ് ചെയ്യാം. നമ്മുടെ മെമ്മറിയുടെ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അസസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇൻസൈറ്റ് ഉണ്ടോ, ആ വ്യക്തിക്ക് ഇൻസൈറ്റ് ഉണ്ടോ ഇല്ലേ, ഉൾക്കാഴ്ച ഉണ്ടോ ഇല്ലേ എന്ന് അസസ് ചെയ്യാം. കപ്പാസിറ്റി, പലപ്പോഴും അയാളുടെ കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടെന്നുള്ളതാണ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ട്രീറ്റ്മെന്റ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ കഴിയുമോ. ഓക്കെ. നെക്സ്റ്റ്, നമ്മുടെ ഒരു എമർജൻസി റൂമിൽ ഉണ്ടാവാൻ സാധ്യത. We have to think about all these things. Any form of agitation or restlessness. Pointers to aggression in emergency room ആണ് പറയുന്നത്. Any form of agitation or restlessness, intoxication features, we have to closely observe. ഒരാൾ വരുന്നു, അയാളുടെ സംസാരം സ്ലേർഡ് ആണ്, അയാൾക്ക് നടക്കുമ്പോൾ അറ്റാക്സിയ ഉണ്ട്, അങ്ങനെയുള്ള ഗേറ്റ് അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ, മേ ബി സ്മെൽ ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ അതർ സബ്സ്റ്റൻസ് ഓഫ് ഇൻടോക്സിക്കേഷൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടോ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിക്കുണ്ടായി, ഉയർന്ന രീതിയിൽ സംസാരിക്കുക. ഒന്നുകൂടെ ഇത് പറയുന്നതേ ഉള്ളൂ. മറ്റു തരത്തിലുള്ള ഇപ്പോൾ ചിലപ്പം ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്ന എന്തുണ്ടാകും, വയലൻസ്. പലപ്പോഴും ഈ ക്യൂ തെറ്റി ആൾക്കാർ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒപിയിലൊക്കെ ക്യൂ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ ആരെങ്കിലും ക്യൂ തെറ്റിച്ച് വരാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ വിഷയം പ്രശ്നമുണ്ടാകും. ഇതൊരു പ്രധാനമായ സിറ്റുവേഷനാണ്. പിന്നെ ഡെലീറിയം വളരെ പ്രധാനമാണ്. വയലൻസ് ഉണ്ടാകുന്ന സ്ഥലം ഡെലീറിയം. ഹെഡ് ഇഞ്ചുറി വളരെ പ്രധാനമാണ്. എക്സസീവ് ആൻസൈറ്റി ഓർ ഫിയർ ഡ്യൂ ടു എനി കോസ്, വളരെയധികം കാണുന്ന ആൻസൈറ്റി എപ്പോഴും അത്തരത്തിലുള്ള ഒരു അഗ്രഷനിലേക്ക് വരാൻ സാധ്യത. നെക്സ്റ്റ് പ്ലീസ്. സീഷർ ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാർ, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വയലൻ്റ് ആകും. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, മെന്റൽ റിട്ടാർഡേഷൻ നമ്മൾ പറയാം, അത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അവർക്ക് പലപ്പോഴും അവർ ചെയ്യുന്ന എന്തെന്ന് അറിയത്തില്ല, അവർക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവർ വയലൻ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ, ഓട്ടിസം നowadays is very common, കൂടുതൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികൾ വയലൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ എനി ഫീച്ചേഴ്സ് സജസ്റ്റിംഗ് ഡെലൂഷൻസ് ഓർ ഹാലുസിനേഷൻ, സൈക്കോട്ടിക് ആണെങ്കിൽ വയലൻ്റ് ആവാൻ സാധ്യതയുണ്ട്. വിക്ടിം ഓഫ് അബ്യൂസ് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും അബ്യൂസിന് വിധേയമായ വ്യക്തി അയാൾ തിരിച്ച് അയാളുടെ പ്രതിഷേധം മറ്റുള്ളവരിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതേപോലെ ശ്രദ്ധിക്കുക. ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മറ്റു തരത്തിലുള്ള വയലൻസിനൊക്കെ അതിൻ്റെ അബ്യൂസിന് വിധേയമായ വ്യക്തികൾ വയലൻ്റ് സാധ്യത. പേഷ്യൻസ് കമ്മിങ് അലോൺ വിത്ത് വേവ് ഹിസ്റ്ററി, ബിഹേവിങ് ഓഡ്ലി, പലതരത്തിലുള്ള സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ആൾക്കാർ പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ വരുന്ന ആൾക്കാർ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും. എനി പേഷ്യൻ്റ് ബ്രോട്ട് ബൈ പോലീസ് ഓർ ഫ്രം പ്രിസൺ, വളരെ വളരെ പ്രധാനം. ഫോറൻസിക് പേഷ്യൻസ് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോർട്ടിൻ്റെ ഓർഡർ വഴി വരുന്ന പേഷ്യൻസ്, പോലീസ് വഴിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ്, അയാളുടെ ഹിസ്റ്ററി നമുക്ക് അറിയത്തില്ല. പ്രിസണിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസ്, ഓൾവേസ് ബി കെയർഫുൾ. മൾട്ടിപ്പിൾ റെഡ് ഫ്ലാഗ്സ് ഇൻ സെയിം പേഷ്യൻ്റ്, എക്സാമ്പിൾ ഇൻടോക്സിക്കേഷൻ പ്ലസ് ഇഞ്ചുറി പ്ലസ് ഹൈപ്പോഗ്ലൈസീമിയ, അതിൻ്റെ ഒരു സൂചനയായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു റെഡ് ഫ്ലാഗ് സൈൻ കാണുന്നത്. നെക്സ്റ്റ് പ്ലീസ്. പിന്നെ കുറേ മെഡിക്കൽ കോസസ് ഓഫ് അഗ്രഷൻ ഉണ്ട്. പലതരത്തിൽ ഈ അഗ്രഷൻ വയലൻസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ മേ ബി ഡ്യൂ ടു സം അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷൻസ്, മേ ബി ഡ്യൂ ടു സം സൈക്കാട്രിക് കണ്ടീഷൻസ്. മെഡിക്കൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്: ഹൈപ്പോക്സിയ, hypercarbia, lung diseases, disturbed blood glucose levels, malnutrition, drug effects and withdrawals like amphetamine, steroids, alcohol, prescribed medications and drug interactions. അങ്ങനെയും വരാം. Cerebral conditions such as stroke, seizure, infections, space occupying lesions and trauma. Infections like systemic sepsis, urine tract infection in the elderly, metabolic and electrolytic imbalance, organ failure, liver or renal failure. All these conditions can present as aggression or violent behavior. Then underlying psychiatric disorders or diseases, psychiatric illnesses, acute schizophrenic excitement വരാം, അതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ വരാം, അക്യൂട്ട് മേനിയയിൽ വരാം. ഇനി ഡിപ്രഷൻ ഉള്ള ആൾക്കാർ, വിഷാദരോഗമുള്ള ആൾക്കാർ, സൂയിസൈഡ് ബിഹേവിയർ ഭാഗമായിട്ട് സെൽഫ് ഹാം ഉണ്ടാകാം. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ഉണ്ട്. Acute intoxication either by using alcohol or some other substance. Then withdrawal syndrome, alcohol withdrawal or whatever substance in the withdrawal syndrome. Material opium, opiate drugs, cannabis and other drugs, and the withdrawal. And then acute situational reaction in the അവസ്ഥയുണ്ട്.
പിന്നെ സർവൈവേഴ്സ് ഓഫ് സെക്ഷൽ അസോൾട്ട് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ എത്രത്തോളം കോമൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇതൊക്കെ കോമൺ ആണ്. അങ്ങനെയുള്ള അസോൾട്ട് വിധേയരാകുന്ന സർവൈവേഴ്സ് അവരുടെ റെസ്പോൺസ് എന്ന നിലയിൽ പലപ്പോഴും ഒരു ഇതൊരു വയലന്റ് ആവാം, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. പിന്നുള്ളത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതൊക്കെയും വളരെ ഏറെ അഗ്രഷനും വയലൻസും കാണിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. Next slide, please. Please note these markers. Facial expressions. നമ്മളെയൊക്കെ സൂചിപ്പിക്കേണ്ട ഒന്നുകൂടെ പറയാം. അവരുടെ മുഖത്തും നമുക്ക് വളരെ മനസ്സിലാക്കാൻ വളരെ ഒരു എന്തോ ഓർഗനൈസ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തോ ചെയ്യാനായിട്ട് ഭാവിക്കുന്നതായിട്ട് നമുക്ക് അയാളെ ശ്രദ്ധയോടെ നമ്മൾ അവരെയൊക്കെ നോക്കണം. അതാണ് പ്രധാനം. നമ്മളെ കാണാൻ വരുന്ന ആൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ മുഖത്ത് നമുക്ക് നമ്മുടെ ഒരു ദേഷ്യഭാവമോ അല്ലെങ്കിൽ ഒരു വളരെ ആങ്കർ അല്ലെങ്കിൽ ആംഗ്രി ആയിട്ടുള്ള ഒരു സംഗതി നോക്കാം. ഇൻക്രീസ് ഓർ പ്രൊലോങ്ഡ് റെസ്റ്റ്ലെസ്നെസ്, ബോഡി വളരെ ഒരു ടെൻസ്ഡ് ആണോ എന്നൊക്കെ നോക്കുക. ജനറൽ ഓവർ അറൗസൽ ഓഫ് ബോഡി സിസ്റ്റംസ്. ഓക്കെ, ചില ആൾക്കാർ ഇങ്ങനെ ഇൻക്രീസ് ബ്രീതിങ്, ഹൈപ്പർ വെന്റിലേഷൻ കാണിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ള നേരത്തെ സൂചിപ്പിച്ചവരുള്ള ശാരീരികമായിട്ടുള്ള ചില ലക്ഷണങ്ങളൊക്കെ അവർ കാണിക്കും. ചില ഭീഷണിയൊക്കെ ഒരു വിഷയം കാണിക്കാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് വോളിയം ഓഫ് സ്പീച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ സെൽഫ് ഇഞ്ചുറി സ്കാർസ് ഓൺ ആംസ് ആൻഡ് ചെസ്റ്റ്, ശ്രദ്ധിക്കുക. സെൽഫ് ആം ബിഹേവിയർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിങ്ങനെ തുറച്ചു നോക്കുക, പ്രൊലോങ്ഡ് ഐ കോണ്ടാക്ട്. ഒക്കെ ഇങ്ങനെ തുറച്ചു നോക്കുക. നമ്മളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ തുറച്ചു നോക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പ്ലീസ്. Next, please. Then discontentment, refusal to communicate, withdrawal, and that's sweeping. Then thought process, unclear, poor concentration. വ്യക്തമായിട്ടൊന്നും നമ്മളൊന്നും പറയുന്നില്ല, എന്തോ ഒക്കെ അങ്ങനെ മനസ്സിൽ കരുതിയിരിക്കുന്നവരുടെ അയാളുടെ പെരുമാറ്റത്തിന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഡെലൂഷൻ ഓർ ഹാലുസിനേഷൻ സൂചിപ്പിച്ചിട്ടുണ്ടായി. വെർബൽ ത്രെറ്റ്സ് ഓർ ജസ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞു. നമ്മുടെ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ആംഗ്യം കൊണ്ട് ഭീഷണിപ്പെടുത്തുക. ദെൻ റിപ്പോർട്ടിംഗ് ആങ്കർ ഓർ വയലന്റ് ഫീലിങ്സ്, പലതരത്തിലുള്ള സംഗതി നേരിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ദെൻ ബ്ലോക്കിംഗ് എസ്കേപ്പ് റൂട്ട്സ്, നമുക്ക് രക്ഷപ്പെടാനുള്ള ചില സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക. നമ്മളെ ഉപദ്രവിക്കാനുള്ള ഒരു വട്ടം കൂട്ടുക, ഉപദ്രവിക്കാനുള്ള വട്ടം കൂട്ടുക. പിന്നെ ഹിസ്റ്ററി, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഹിസ്റ്ററി ഓഫ് വയലന്റ് ബിഹേവിയർ, നേരത്തെയുള്ള അയാളുടെ സ്വഭാവം, അതായത് പ്രിലിമിനറി അസസ്മെന്റ് ഇതൊക്കെ മനസ്സിലാക്കണം. ഈ ട്രയാജ് സിസ്റ്റം ഭംഗിയായിട്ട് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതൊക്കെ അസസ് ചെയ്യാനുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഒരാൾ ഡോക്ടറെ എടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് വയലന്റ് ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹിസ്റ്ററി ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് വിതൗട്ട് സിംറ്റംസ് ഒക്കെ ഉണ്ടാകും നോക്കണം. അവരെ ആക്രമിച്ചുള്ള പ്രവണത മുമ്പ് കാണിച്ചിട്ടുണ്ടോ? അതുപോലെ സാമൂഹ്യ വിരുദ്ധ സ്വഭാവം കാണിച്ചിട്ടുണ്ടോ? ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. Next, please. Next slide. Yeah. നമ്മളിനി മാനേജ്മെന്റ് ആസ്പെക്റ്റിലേക്ക് വരാം. ഹൗ ടു മാനേജ്. ഇപ്പൊ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഇത്തരം വയലൻസും ഒക്കെ എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത് സാഹചര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. പലപ്പോഴും ഒരു മുന്നൊരുക്കം വേണം. നമ്മളെ കാണാൻ വരുന്ന ഒരു രോഗി അല്ലെങ്കിൽ രോഗികൾ, അവരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ്, അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള വിചാരത്തോടെ മാത്രമേ നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതാണ് പ്രധാനം. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, വളരെ പ്രധാനമാണ്. ഓക്കെ, നമ്മുടെ ആ സെറ്റിംഗ് എന്ന് പറയുന്നത്, നമ്മളായിരിക്കുന്ന ഇടത്തെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലത്തൊക്കെ വളരെ ജാഗ്രത നമ്മൾ പുലർത്തുക. കഴിവതും നമുക്ക് ചുറ്റും ആളുകൾ ഉണ്ടാവായിരിക്കും. മറ്റ് സ്റ്റാഫിനെയൊക്കെ നമ്മൾ അലർട്ടാക്കണം. പിന്നെ ഒരു ബസർ, നമ്മളായിരിക്കുന്ന എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒരു ബസർ വെക്കണം. ബസർ ഒരു ബെല്ല് അമർത്തുമ്പോൾ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഒരു അലാം, അതാണ് അലാം എന്ന് പറയുന്നത്. ആളുകളെ അലർട്ടാക്കാൻ വേണ്ടി അവിടെ എന്തോ ഒരു അപകടം ഉണ്ടായിട്ടെന്ന് ആ നിമിഷങ്ങൾക്കകം അവിടുത്തെ ആളുകളെല്ലാം, നമ്മുടെ സ്റ്റാഫ് എല്ലാം ഓടിയെത്തും. പിന്നെ യൂണിഫോംഡ് സ്റ്റാഫ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്.
അപ്പം കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ വയലൻ്റ് ആവുന്ന ആളുടെ വയലൻസ് ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അയാളെ നമുക്ക് റിസ്ട്രെയിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ആക്രമിക്കാൻ വരുന്ന വയലൻ്റായി വരുന്ന ഒരാളിനെ റിസ്ട്രെയിൻ ചെയ്യണം നമ്മൾ. ഓക്കെ, സേഫായിട്ട് റിസ്ട്രെയിൻ ചെയ്യാനുള്ള മെത്തേഡൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഒന്ന് പറയുന്നത്, ഒരു 6 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വയലൻ്റ് ആയിട്ട് പേഷ്യനെ നമുക്ക് ഫലപ്രദമായിട്ട് റിസ്ട്രെയിൻ ചെയ്യാൻ പറയും. പക്ഷെ നമ്മുടെ ഈ ഷോർട്ട് മാൻ പവറൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, HR ഒക്കെ ഷോർട്ടേജ് സ്ഥലങ്ങളിലൊക്കെ അത് വളരെ പ്രശ്നം. മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സെക്യൂരിറ്റി ഉണ്ട്, മറ്റ് സ്റ്റാഫെല്ലാം ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി വരുമ്പോൾ ഞങ്ങൾ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവിടെ ഈ അലാമുണ്ട്, ഒരു ബസറുണ്ട്. ഒരു ബസർ പ്രസ് ചെയ്യുന്ന സമയത്ത് നിമിഷങ്ങൾക്കകം OP യിലുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സെക്യൂരിറ്റി എല്ലാം നിമിഷങ്ങൾക്ക് ഓടിയെത്തുകയും അങ്ങനെയൊക്കെയാണ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ പല അനിഷ്ട സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വയലൻസ് ഒക്കെ OP യിലൊക്കെ വെച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ നിമിഷങ്ങൾക്ക് അവിടെയൊക്കെ അവിടെ നമുക്ക് സാധിക്കും. അപ്പോൾ 6 people to restrain on assaultive patient എന്നുള്ളതാണ് ഒരു ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് പറയുന്നത്. പ്രിപ്പയർ മെഡിക്കേഷൻസ് ഇൻ അഡ്വാൻസ് ഓഫ് എനി ഫിസിക്കൽ ആക്ഷൻ. നമുക്ക് തീർച്ചയായും ലോഡ് ചെയ്ത് മെഡിസിനൊക്കെ ഒരു അഗ്രസീവ് പേഷ്യൻ്റ് അല്ലെങ്കിൽ വയലന്റ് പേഷ്യൻ്റൊക്കെ വരുന്ന അഗ്രഷൻ വയലൻസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. അതിന് ചില മെഡിക്കേഷൻസ് ഒക്കെ അതാണ് നമ്മുടെ കാണിച്ചിരിക്കുന്നത്. One person or leader facing the patient and attempting to negotiate less intrusive care, often but not always, this will be മെഡിക്കൽ. തീർച്ചയായും നമ്മൾ അയാളോട്ട് ബൈങ് ടൈം എന്ന് പറയും. അയാളോട്ട് ഇങ്ങനെ ചെയ്തൊരു കാര്യം, ഈ വ്യക്തിയുടെ പേര് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പേര് ചൊല്ലി അവരെ വിളിക്കണം. അത് വളരെ പ്രധാനമാണ്. വയലൻ്റായിരിക്കുന്ന ഒരാളിനെ പേര് ചൊല്ലി ഉറച്ച് നമ്മൾ വിളിക്കുമ്പോൾ അയാളെ ശ്രദ്ധിക്കപ്പെടും, അയാളെ ശ്രദ്ധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ അയാളോട് ഇങ്ങനെ സമാധാനിപ്പിക്കണം. സമാധാന വാക്കുകളൊക്കെ പറയാൻ ഇങ്ങനെ പറഞ്ഞ് ഇൻ ദ മെയിൻ ടൈം മറ്റുള്ള ആൾക്കാരോടെ വന്ന് അയാളെ ശാന്തനാക്കി അല്ലെങ്കിൽ അയാളെ റിസ്ട്രെയിൻ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണം. 1 person ഓപ്പോസിറ്റ് ഈച്ച് ലെഗ് വളരെ പ്രധാനമാണ്. 1 person ബിഹൈൻഡ് സ്ലൈറ്റ്ലി ടു സൈഡ് ഓഫ് ഈച്ച് ലെഗ്. അപ്പോൾ അതായത് അയാളുടെ ചുറ്റിനും അങ്ങനെ നമ്മളിങ്ങനെ വലയം ചെയ്ത് വരണം. When considered necessary, the leader gives a predetermined verbal signal and the others each grasp a corresponding limb. തീർച്ചയായും അങ്ങനെയുള്ള വയലൻ്റായി നിൽക്കുന്ന ഒരാളിനെ റിസ്ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൂചനകൾ നമുക്ക് കൊടുക്കണം. Those holding wrist pull down and forward, those holding ankles pull back and up. Leader grabs the patient's head and guides it to the floor and maintaining airway. ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ശാസ്ത്രീയമായിട്ട് ഒരാളിനെ റിസ്ട്രെയിൻ ചെയ്യുന്നത്. The movements must be simultaneous and rapid. ഇതിന് നേരത്തെ നമ്മൾ പരിശീലനം കൊടുക്കണം. അപ്പോൾ OP യിലുള്ള സ്റ്റാഫിന്, സെക്യൂരിറ്റിക്ക്, മറ്റുള്ള സ്റ്റാഫിനൊക്കെയും നമ്മൾ പരിശീലനം കൊടുക്കണം. എങ്ങനെ ഒരു വയലന്റ് പേഷ്യന്റിനെ റിസ്ട്രെയിൻ ചെയ്യാം, അയാളുടെ ജീവൻ അപകടമില്ലാത്ത തരത്തിൽ. ഇപ്പോൾ നമുക്ക് ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ ഉണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമമൊക്കെ ഉണ്ട്. മനുഷ്യാവകാശം അത് അവർക്ക് മാത്രമേ അവകാശങ്ങളുള്ളൂ. സത്യത്തിൽ രോഗിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ആൾക്കാർക്കും മാത്രമേ അവകാശങ്ങളുള്ളൂ എന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും നമുക്കൊരു ആശ്വാസമുള്ളത്, നമുക്ക് ആശുപത്രി സംരക്ഷണ നിയമമൊക്കെ കുറച്ചുകൂടെ ശക്തമാക്കിയിട്ടുണ്ട്. നിയമപരമായ പരീക്ഷയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഞൊടിയിടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാര്യം വരുന്നതിനെ തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള എല്ലാവരും സജ്ജരായിരിക്കണം, എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി മുതൽ നമ്മൾ എല്ലാ ആശുപത്രി സ്റ്റാഫിനും ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ നേടുന്നതിനുള്ള പരിശീലനങ്ങൾ നിരന്തരമായി തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഡോക്ടേഴ്സും നഴ്സസും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ ആശുപത്രിയിൽ വരുന്ന ജീവനക്കാരെല്ലാം ഇത്തരത്തിലൊരു വയലന്റ് പേഷ്യന്റിനെ എങ്ങനെ റിസ്ട്രെയിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായി പഠിക്കണം. ഓക്കെ, അതുപോലെ ഈ റിസ്ട്രെയിൻ ചെയ്യുന്നതിന് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് നിയമങ്ങളൊക്കെ നോക്കിയിട്ട് വേണം റിസ്ട്രെയിൻ ചെയ്യാം. ഫിസിക്കൽ റിസ്ട്രെയിൻ, അപ്പോൾ അയാളെ അവരുടെ കൈകൾ ചിലപ്പോൾ നമുക്ക് ബന്ധിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ഒരു എവിടെയെങ്കിലും നമുക്ക് കട്ടിലോട് ചേർത്ത് ചിലപ്പോൾ കെട്ടിയിടേണ്ടി വരും. അതൊക്കെയും അവരുടെ വൈറ്റൽ സയൻസ് ഒക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. 15 minutes ഇൻ്റർവെൽ അവരെ നോക്കണം. എയർവേ ഒന്നും ഒബ്സ്ട്രക്ട് ചെയ്യാതിരിക്കാൻ നോക്കണം. അപ്പം അങ്ങനെ ജീവാപായം വരാത്ത തരത്തിൽ നമുക്ക് റിസ്ട്രെയിൻ ചെയ്യാം. മറ്റൊരു മെത്തേഡാണ് സെക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ലൂഷൻ ഈസ് ദി കണ്ടെയ്ൻമെന്റ് ഓഫ് എ പേഴ്സൺ ഇൻ ആൻ എൻക്ലോസ്ഡ് സ്പേസ് ഇൻ വിച്ച് ദർ ഈസ് വിസിബിലിറ്റി ത്രൂ എ വിൻഡോ. നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ അയാളെ ഒരു മാറ്റിപ്പാർപ്പിക്കുക. അതാണ് സെക്ലൂഷൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ വയലന്റ് പേഷ്യന്റിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മെന്റൽ സെന്ററിലൊക്കെ
നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ പാർപ്പിക്കും. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയത്ത് ക്രമേണ മണിക്കൂറുകൾ കൊണ്ട് അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള ഈ അഗ്രഷനൊക്കെ ഇങ്ങനെ ശമിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ. പക്ഷേ പുതിയ നിയമമുണ്ട്, മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 ഇത്തരത്തിലുള്ള സെക്ലൂഷനെ തടയുന്നുണ്ട്. അപ്പോൾ ഈ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുകയാണ്. 2017 മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഈ സെക്ലൂഷൻ ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് നേരത്തെ ഒറ്റമുറി പാർപ്പിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ. മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിൻ്റെയൊക്കെ അനുമതിയൊക്കെ വാങ്ങിച്ചിട്ട് മാത്രമേ എനിക്കത് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കഴിവതും അപ്പോൾ അതിന് ഹൈ സെക്യൂരിറ്റി റൂംസ് ഒക്കെ നമുക്ക് സജ്ജമാക്കേണ്ടതുണ്ട്. വയലന്റ് പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പാഡഡ് ആയിട്ടുള്ള ഭിത്തികളുള്ള റൂമുകളിൽ നമ്മൾ അവരെ പാർപ്പിക്കണമെന്നാണ്. അതായത് അതിനുള്ള അവരുടെ അവകാശങ്ങൾ ഒന്നും ഹനിക്കാതെ അവർക്കും അവർ ഹാം ഉണ്ടാക്കാത്ത തരത്തിൽ അവർ നമ്മൾ മാനേജ് ചെയ്യണം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് മെഡിസിൻസ് ആണ്. നമ്മൾ ഈ അക്യൂട്ട് കെയർ സെറ്റിങ്ങിൽ വയലന്റ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പഠനവിധേയമായിട്ടുള്ള ഒരു മരുന്ന് ഒലാൻസെപ്പിനാണ്. പിന്നെ നമ്മൾ ഒലാൻസെപ്പിൻ ഇവിടെ കാണിക്കുന്നുണ്ട് 5 milligram to 10 milligram. അപ്പോൾ വയലൻ്റായി നിൽക്കുന്ന ആൾ ഓറലായിട്ടുള്ള മെഡിക്കേഷൻ എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻസ് നമുക്ക് കൊടുക്കാം. പിന്നെ കൺവെൻഷനലി നമ്മളെല്ലാവരും ലോകമൊട്ടാകെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്ന് നമുക്കറിയാം, ഹാലോപെരിഡോളാണ്. അത് ഹാലോപെരിഡോളിൻ്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 5 milligram to 10 milligram ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്, അക്യൂട്ട് സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഡിസ്റ്റോണിയ അങ്ങനെയൊക്കെ പറയുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടാകാം, കത്തീസിയ ഉണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി മറ്റ് എക്സ്ട്രാ പിരമൽ സിംറ്റംസ് ഒക്കെ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു ആഡ് പ്രോമത്തസിൻ ഹൈഡ്രോക്ലോറൈഡ് അലോങ് വിത്ത് ദിസ് ഹാലോപെരിഡോൾ. അതായത് ഇപ്പോൾ ഒരു 5 milligram ഇഞ്ചക്ഷൻ ഹാലോപെരിഡോളിൻ്റെ കൂടെ ഒരു 25 milligram ഇഞ്ചക്ഷൻ പ്രോമത്തസിൻ ഹൈഡ്രോക്ലോറൈഡ് ഫെനർഗാൻ ഇഞ്ചക്ഷനോടെ കൊടുത്ത് IM ആയിട്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ വയലൻസ് കുറയും. ഇതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് ലോറസെപ്പാം. ഒരു 2 milligram ലോറസെപ്പാം, 2 to 4 milligram ലോറസെപ്പാം IM ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാതിരിപ്പെട്ട വയലന്റ് പേഷ്യൻസിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ. പിന്നെ ഓൾ ദീസ് മെഡിസിൻസ് ക്യാൻ ബി ഒരു മിനിറ്റ് പ്രീവിയസ് വൺ. നേരത്തെ ഈ സ്ലൈഡിൽ ഡയസെപ്പാം അങ്ങനെയുള്ള മരുന്നുകളും പണ്ട് കൊടുക്കുമായിരുന്നു. നൗഡേസ് വി ഡോണ്ട് യൂസ് ഡയസെപ്പാം ദാറ്റ് മച്ച്. വി യൂസ് ലോറസെപ്പാം, ഒലാൻസെപ്പിൻ, ഹാലോപെരിഡോൾ ഫോർ ദി മാനേജ്മെന്റ് ഓഫ് വയലന്റ് പേഷ്യൻസ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതൊക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട കമ്പാരിസൺ ആണ്. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സ്ലൈഡാണ്. നെക്സ്റ്റ് പ്ലീസ്. Some of the reasons why patients or relatives become angry, they have been left to wait a long time before being attended to. വളരെ പ്രധാനമാണ്. നമ്മളെ കാണാൻ വരുന്ന പേഷ്യൻസ് ഒരുപാട് നേരം ക്യൂവിലൊക്കെ നിൽക്കുന്നത് വരികയാണെങ്കിൽ, ഇതിനിടയ്ക്ക് ആരെങ്കിലും ക്യൂ തെറ്റിച്ച് കയറി വന്ന് കാണുന്നുണ്ടെങ്കിൽ ആൾക്കാർ വയലന്റ്. പിന്നെ error has been made by the medical or surgical team. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടെന്നുള്ള ആരോപണം പലപ്പോഴും അവർക്ക് തോന്നും. നമ്മൾ പരിചരിക്കുന്നതിൽ, നമ്മൾ ചികിത്സ നൽകുന്നതിൽ, ഇപ്പോൾ ചികിത്സ പിഴവെന്നൊക്കെ ആരോപിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവരെ നോക്കുന്നില്ലെന്ന് ആരോപിക്കാം. ശരിയാവണമെന്നില്ല, അങ്ങനെയുള്ള ആരോപണം വരാം. മനസ്സിലായില്ലേ? ദെൻ ഡിലേ ഇൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് വളരെ പ്രധാനം. ഒരു പേഷ്യൻ്റ് അത് എമർജൻസി സെറ്റിംഗ് മാത്രമല്ല, വാർഡിലൊക്കെ വയലൻസ് വരാം. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യുന്നു, അവർക്ക് ഡിലേ വരുന്നു എന്ന് അവർക്ക് തോന്നും. അപ്പം ഇവിടെ എല്ലാം പ്രധാനം എന്താണ്? പ്രധാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം, ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പേഷ്യൻസിനോടും ബൈസ്റ്റാൻഡറോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. സോ ദേ മസ്റ്റ് ബി വെൽ ഇൻഫോംഡ് റിഗാർഡിംഗ് ദ ഇൽനസ്, റിഗാർഡിംഗ് ദി മാനേജ്മെന്റ് എക്സെട്ര. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പേഷ്യൻസ് വയലന്റ് ആവുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആളുകൾ വയലന്റ് ആവുന്ന സിറ്റുവേഷൻ ആണ് റിസീവിങ് എ ബാഡ് ന്യൂസ്, ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്. വളരെ പ്രധാനം. ചികിത്സയിരിക്കുന്നവരോട് മരണപ്പെട്ടു, ആ മരണം നമ്മൾ അവരുടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? വളരെ സൂക്ഷ്മതയോടുകൂടി, അവധാനതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രേക്കിംഗ് ദ സാഡ് ന്യൂസ്. ഓക്കെ. എല്ലായ്പ്പോഴും നമുക്ക് ആളുകൾ രക്ഷിക്കാൻ കഴിയില്ല. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ അവർ ബെസ്റ്റ് എഫേർട്സ് വി മേ നോട്ട് ബി ഏബിൾ ടു സേവ് ദ ലൈഫ് ഓഫ് എ പേഷ്യൻ്റ്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധുക്കളോട് സംസാരിക്കണം. എന്നിട്ട് അതിലൊരു പ്രധാനപ്പെട്ട ആളെ നമ്മൾ വിളിച്ച് സമാധാനമായിട്ട് നമ്മളെ ആളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക.
നമുക്ക് പറയാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള സ്റ്റാഫിനെ അതിന് ഡെലിഗേറ്റ് ചെയ്യാം, ഏർപ്പാട് ചെയ്യാം. ഓക്കെ, വളരെ സാവകാശം ആ രോഗത്തിൻ്റെ തീവ്രതയെക്കുറിച്ചും നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, വളരെ സമാധാനപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ടേക്കിംഗ് ദ ടാബ്ലറ്റ്സ്. സോ അതോസോ അവർ ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻ, നേഴ്സസ് ഹാവ് ടു ബി ട്രെയിൻ ലൈക്ക് ദാറ്റ്. അപ്പം ഈ വയലൻസ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ സെറ്റിംഗ് നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗം നമ്മൾ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് നേഴ്സസ്. ഓക്കെ, നമ്മളെപ്പോലെ തന്നെ അനുഭവിക്കുന്നവരാണ്. പേഷ്യൻ്റ് റിലേറ്റീവ് അവരുടെ എക്സ്പെക്ടേഷൻ, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വരുന്നില്ലെങ്കിൽ പലപ്പോഴും അവർ വയലൻ്റ് ആവും. exacerbated by drug or alcohol use. പലപ്പോഴും ഈ വയലൻസ് എങ്ങനെ വരുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. അണ്ടർലൈങ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, ഹിസ്റ്ററി ഓഫ് ആംഗ്രി ഔട്ട്ബസ്റ്റ് ഉണ്ടെന്ന്. കുറച്ചാൾ മുമ്പ് അവിടെ ഈ നമ്മുടെ നീണ്ടകര ആശുപത്രി പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് ഈ വയലൻസ് ഉണ്ടാകുന്നത്. അതും പലപ്പോഴും ഇതിനൊക്കെ വിക്റ്റിമാവുന്ന ഇരകളായൊക്കെ നമ്മുടെ ലേഡീസാണ്, നമ്മുടെ ലേഡി ഡോക്ടേഴ്സ്, നേഴ്സസ് ഒക്കെയാണ്, ലേഡി നേഴ്സസ് ഒക്കെയാണ് ഇതിന് വിക്റ്റിംസ് ആവുന്നത്. ഏറ്റവും ലോകം ഒട്ടാകെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവർ ആരോഗ്യപ്രവർത്തകർ. ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പം മെഡിക്കൽ സ്റ്റുഡൻസ്, മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ വരുന്ന ഏറ്റവും കൂടുതൽ ലേഡീസാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സൈക്കാട്രി സെറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ PGസും ലേഡീസാണ്. എല്ലായിടത്തും ലേഡീസിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നു. അപ്പം ലേഡീസ് ഇപ്പം ഇത്തരം വൾണറബിലിറ്റി, ഇത്തരം സാഹചര്യങ്ങളിൽ അവർ വൾണറബിൾ ആയി പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ വയലൻസിന് അവർ പറഞ്ഞ രീതിയിൽ വിധേയരാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് സമൂഹത്തിൽ. പലപ്പോഴും അത് ഈ വരുന്ന ആളുകൾ അത് ലേഡി സ്റ്റാഫാണെന്ന് കണ്ടാൽ, ലേഡി ഡോക്ടറാണെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ലേഡി നേഴ്സാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അവർ പുരുഷന്മാരാണെങ്കിൽ കുറച്ചൊന്ന് പറയും. പുരുഷന്മാരുടെ ഡോക്ടർമാർക്കും ദുരിതം നേരിടേണ്ടി വന്നിട്ടുണ്ട് ധാരാളം. എന്നാലും കൂടുതൽ നടക്കുന്നത് വനിതാ ഡോക്ടർമാർക്കെതിരെയും വനിതാ സ്റ്റാഫിനെതിരെയും അല്ലെങ്കിൽ നഴ്സുമാർക്കെതിരെയൊക്കെയാണ്. അപ്പോൾ അത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ എംപവർ ചെയ്യണം, അവരെ ശക്തരാക്കണം, അവരെ ഈ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് പിന്തുണ കൊടുക്കണം. ഇതൊക്കെയും പ്രതിരോധിക്കാനുള്ള അവരുടെ പരിശീലനം കൊടുക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഞൊടിയിടയിൽ അവിടെ ഒരു റെസ്പോൺസ് വരാൻ വേണ്ടി റാപ്പിഡ് ആക്ഷൻ ഉണ്ടാകത്തക്ക ഒരു സംവിധാനം ഓരോ ആശുപത്രിയിലും ഉണ്ടാകണം. അവർ ഒറ്റപ്പെട്ടു പോരുത്, ഒരു ജീവനക്കാരനെ എവിടെയും ഒറ്റപ്പെട്ടു പോകുന്ന സാധിക്കാതെ. അപ്പോൾ ആ ഒരു കൂട്ടം ആളുകൾ അവരുടെ സഹായത്തിന് എപ്പോഴും ഉണ്ടാവുന്നതായിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം വയലന്റ് സിറ്റുവേഷൻ നമുക്ക് നേടാൻ പറ്റും. There's a question, why? Some of the reasons why patients or relatives become angry. ഞാനിപ്പോൾ പറഞ്ഞതാ. Next slide. Okay. We have to explain, അതൊരു കാരണങ്ങൾ നേരത്തെ പറഞ്ഞത്. Explain, summarize again after explain. പേഷ്യൻസിനോടും പേഷ്യൻറ്റോടൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കേണ്ട ആവശ്യകത സൂചിപ്പിക്കുന്നു. ഓക്കെ, പ്രിവെന്റ് ഇൻകൺസിസ്റ്റന്റ് ആൻസേഴ്സ്. പലപ്പോഴും ഈ പറയുന്നതിൽ വ്യക്തത വരാതിരിക്കരുത്, വ്യക്തമായിട്ട് പറയണം കാര്യങ്ങൾ. ഏതെങ്കിലും മാറ്റം നേരത്തെ പറഞ്ഞിട്ട് ഡീവിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഈ ടീമിൽ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാവരും ഒരേ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടീമിലുള്ള ആളുകൾ പലരും പല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഈ കേൾക്കുന്ന ആളിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. മനസ്സിലായില്ലേ? ഡോക്ടർ പറയുന്നതും നേഴ്സ് പറയുന്നതും ട്രീറ്റ്മെൻറ്റ് ടീമിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഒരേ ഇൻഫർമേഷൻ ആയിരിക്കണം. സോ പ്രിവെന്റ് ഇൻകൺസിസ്റ്റന്റ് ആൻസേഴ്സ്. ആസ്ക് ഇഫ് ദേ ഹാവ് എനി കൺസേൺസ് ഓർ ഫിയേഴ്സ് ഓർ ഡൗട്ട്സ്. തീർച്ചയായും അവരുടെ ആശങ്കകൾ ഉൾക്കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണം, അത് ദൂരീകരിക്കാൻ ശ്രമിക്കണം. ബ്രിങ് ഇൻ കീ പേഴ്സൺ ടു ദി ഡിസ്കഷൻ. പിന്നെ ഇവരുടെയൊക്കെ പ്രദേശത്തുള്ള പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ഒക്കെ അവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മളിതുമായിട്ട് ലിങ്ക് ചെയ്യും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്തുള്ള ഒരു അനുഭവ സമ്പത്തുള്ളവരാകുമ്പോൾ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതായിരിക്കും. വി ഹാവ് ടു ലേസൺ വിത്ത് ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. നമ്മുടെ ഒരു ആശുപത്രിയോ ഒക്കെ ആയിരിക്കുന്ന ഇടത്തെ ഇങ്ങനെയുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആളുകൾ, പോലീസ്, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടണം.
ഏത് കാര്യങ്ങളും ഈ പറഞ്ഞ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം, ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക്. അപ്പോൾ നമുക്കൊരു നല്ല ബന്ധം ഇതുപോലുള്ള ഇതര വകുപ്പുകളുമായിട്ടും വ്യക്തികളുമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് അവരുടെയൊക്കെ സഹായ സപ്പോർട്ട് നമുക്ക് കിട്ടും. പോസ്റ്റഡ് ടീം ആറ്റിറ്റ്യൂഡ്, ഡിഫറെൻറ്റ് കീ പീപ്പിൾ ഇൻ റെഫറൽ പോയിന്റ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വി ഹാവ് ടു ബി പ്രിപ്പയർഡ്, വി ഹാവ് ടു പ്രിപ്പയർ അവർ സെൽസ് ടു ഫേസ് എനി ചലഞ്ച്. ഒരു വയലന്റ് സിറ്റുവേഷൻ വരാമെന്ന് പ്രതീക്ഷയോടിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേടുന്നതിന് വേണ്ടി എല്ലാ സിസ്റ്റത്തെയും നമ്മൾ എന്ത് ചെയ്യണം, ജാഗ്രതയോടെ ബന്ധിപ്പിച്ച് അവരുമായിട്ടെല്ലാം കൊളാബറേറ്റ് ചെയ്ത് സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. It is very important that we first identify that the person is angry. We can then start to respond accordingly with empathy, reassurance, or an apology, depending on what the patient is feeling and what events have occurred. തീർച്ചയായും എമ്പതി നമുക്കെല്ലാം ഉള്ള ഒരു ക്വാളിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്. ആ എമ്പതി, നമ്മൾ ആ ഒരു എമ്പതിയോടുകൂടി മാത്രമാണ് നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും ഇടപെടുന്നത്. പലപ്പോഴും നമ്മുടെ ഈ എമ്പതി, ആ എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത് എന്ന ദുരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വളരെ ഇനിയിപ്പോൾ നമ്മൾ അത് കൂടെ കൺസിഡർ ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഅഷുറൻസ് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ റീഅഷുറൻസ് കൊടുക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ ചിലപ്പോൾ നമ്മളെ മാത്രമായിരിക്കത്തില്ല, ഡോക്ടർ അറിയാതെ തന്നെ ചിലപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പ്രയാസങ്ങളായിരിക്കും, ചിലപ്പം ഒ പി കൗണ്ടറിൽ വരുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ വാട്ടവർ മറ്റേതെങ്കിലും ഒരു സ്റ്റാഫിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കും ഈ ആളിനെ വയലൻ്റ് ആക്കുന്നത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൺ ബിഹാഫ് ഓഫ് ദ ടീം ചിലപ്പോൾ ഒരു സോറി പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ തീരും. പലപ്പോഴും ആളുകളെ വെല്ലുവിളിക്കരുത്, വെല്ലുവിളിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. മുഖാമുഖം നിന്ന് നമ്മൾ തിരിച്ച്, അപ്പോൾ അയാൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ഷൗട്ട് ചെയ്തു. അതുപോലെ നമ്മൾ അവരെ എന്നാൽ പോയി ചെയ്യ്, അല്ലെങ്കിൽ എന്നാൽ പോയി എന്തോ ചെയ്തോ, ഇങ്ങനൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ വളരെ കാമായിട്ട് വി ഹാവ് ടു, ഈ ദുരവസ്ഥയിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ വി ഹാവ് ടു സ്റ്റേ കാം എന്ന് പറയും. നമ്മൾ വളരെ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ എന്ത് ചെയ്യണം, നമ്മൾ വളരെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൺട്രോൾ പോകാതെ, നമ്മുടെ ഇമോഷണൽ കൺട്രോൾ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഫേം ആയിരിക്കാൻ വേണം, നമ്മുടെ അഭിപ്രായങ്ങൾ വളരെ ഫേം ആയിരിക്കാൻ വേണം. ഓക്കെ, പീപ്പിൾ വിൽ വേരി ഓൺ ഹൗ ദേ ബിഹേവ് വെൻ ദേ ആർ ആംഗ്രി. തീർച്ചയായും ദേഷ്യമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു മൂഡിൽ പലരും പലതരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. വളരെ നോർമലായിട്ടിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ സാധാരണ അങ്ങനെ വലിയ ദേഷ്യമൊന്നും കാണിക്കാത്ത ആളാണെങ്കിൽ പോലും ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ ആ മൂഡിൽ പലരും പെരുമാറ്റം പലതരത്തിലാവാൻ സാധ്യതയുണ്ട്. അതൊരു നോർമൽ ബിഹേവിയർ ആയിരിക്കത്തില്ല ആ വ്യക്തിയുടെ. പക്ഷേ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി നെക്സ്റ്റ് പ്ലീസ്. അഡ്ജസ്റ്റിംഗ് യുവർ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പേഷ്യന്റ് when the patient is angry വളരെ വളരെ പ്രധാനമാണ്. നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, purpose is to prevent escalation. So there must be a de-escalation എന്ന് പറയും. എസ്കലേഷൻ, നമ്മളെ കാര്യത്തെ വഷളാക്കുന്ന രീതിയിലേക്ക് നമ്മൾ de-escalation, we have to practice de-escalation, defuse if possible, protect our team. എപ്പോഴും നമ്മളൊരു ടീം, നമ്മളെ ടീം ഒന്നായിട്ട് നിൽക്കണം, ടീമിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനെ എവിടെയെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ഒരു പ്രധാനം വേണ്ടി അയാളെ പ്രകോപനപരമായ സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ഡി-എസ്കലേഷൻ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഈ ജീവ അപകടം നമുക്ക് ജീവൻ അപ്പം തന്നെ ഇപ്പം ഈ ഇടയ്ക്കുണ്ടായ സംഭവത്തിൽ നമ്മുടെ അവിടെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സർജിക്കൽ ഉപകരണങ്ങൾ പലപ്പോഴും ഈ ടേബിളൊക്കെ കാണും, സർജിക്കൽ ഉപകരണങ്ങൾ കാണും. അതുപോലെ തന്നെ എമർജൻസി റൂമിൽ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളൊക്കെ. അപ്പം അതൊക്കെയും ചിലപ്പോൾ നമുക്കിപ്പോൾ അപകടകരമായിട്ട് വരാമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. തീർച്ചയായും അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മളവരെ നോക്കുന്നത്, അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ വളരെ വളരെ അവധാനതയോടുകൂടി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പ്ലീസ്. Try to keep a calm tone, stay composed. Okay, speak slowly and clearly. Do not raise the volume of your voice.
if the patient is shouting. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നെക്സ്റ്റ് പ്ലീസ്. നമ്മുടെ ബോഡി ലാംഗ്വേജ്. Adopt professional yet relaxed posture. Okay, an example, seated would be, uncross your, നമ്മുടെ ഈ കാലുമേ കാല് വെച്ച്, അപ്പൊ നമ്മളിരിക്കുന്ന രീതി മനസ്സിലല്ലേ, നമ്മുടെ രണ്ട് കാലും ഫേമായിട്ട് നമ്മുടെ തറയിൽ തന്നെ ചവിട്ടിക്കൊണ്ട് വളരെ ശക്തമായി നമ്മൾ വളരെ ബോൾഡായിട്ട് ഇങ്ങനെ ഇരിക്കണം. സിറ്റിംഗ് ബാക്ക് ഇൻ ചെയർ ക്യാൻ ഹെൽപ്പ് സ്ലൈറ്റ്ലി, ടേക്കിംഗ് കെയർ നോട്ട് ടു അപ്പിയർ ലൈക്ക് യു ഡോണ്ട് കെയർ. വരുന്ന ആളിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അയാൾക്ക് തോന്നരുത്. ഒരാൾ വരുമ്പോൾ അയാളെ മൈൻഡ് ചെയ്യാൻ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നരുത്. നമ്മൾ ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കണം, അയാളെ വെൽക്കം ചെയ്യുന്നതായിട്ട് അയാൾക്ക് തോന്നണം. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ദേഷ്യം വരാം, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെ അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പ്ലീസ്. Reflect at this stage, pointing out to the patient how they come across can be helpful. You are looking very upset by all of this. അങ്ങനെയൊക്കെ നമ്മൾ അവരോട് ചിറ്റായിട്ട് നടത്തുക. Sometimes hearing this back can, enable the patient or relate to recognize the emotion and start to process it like that. അപ്പോൾ നമ്മളൊന്ന് അവരുടെ കാര്യം നമ്മൾ മനസ്സിലാകുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് അവരോട് നമ്മൾ പറയണം എന്താണ് അവരുടെ പ്രശ്നം നമുക്ക് മനസ്സിലായതായിട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, റൈറ്റ്. Yes, please. Yes, please. Try to understand why they are angry. പലപ്പോഴും ആളുകൾ ആംഗ്രി ആവുന്നതിനാൽ, ദേഷ്യപ്പെടുന്നതിന്, വയലന്റ് ആവുന്നതിന്, ഒരു അഗ്രസീവ് ആവുന്ന കാരണം കാണും. അതെന്താണെന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കണം. എന്ത് പറ്റി, എന്താണ് കാര്യമെന്ന് നമ്മളൊന്ന് ചോദിക്കണം. അത് വളരെ പ്രധാനം. ടെൽ മീ മോർ, എന്താണ് സംഭവിച്ചത്? വാട്ട് അതർ തിങ്സ് മേക്ക് യു അപ്സെറ്റ്? ഹൗ ക്യാൻ വി വർക്ക് അറ്റ് യുവർ കൺസേൺ? നമുക്ക് താങ്കളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? എന്താണ് താങ്കളുടെ വിഷയം? ആക്റ്റീവ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വരുന്ന ആളിനെ, വയലൻ്റ് ആയിരിക്കുന്ന ആളിനെ നമുക്ക് അവരെ ലിസൺ ചെയ്യണം. ജുഡീഷ്യസ് ഐ കോണ്ടാക്ട്, നമ്മൾ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കണം. എന്നാൽ നമ്മളിപ്പോൾ അവരെ കുറിച്ച് നോക്കുന്നതോ ആകരുത്. ഓക്കെ, മുഖത്ത് നോക്കി സംസാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പേര് ചൊല്ലി നമ്മളെ വിളിക്കണം. കമാൻഡ് നമുക്ക് ഉണ്ടാവണം എപ്പോഴും. ഓക്കെ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യരുത്. അവരെ പറയാൻ അനുവദിക്കണം. നമ്മളത് ക്ഷമയോടെ കേൾക്കണം. നെക്സ്റ്റ് പ്ലീസ്. റെസ്പോണ്ട് ചെയ്യണം ടു ദി കോസ്. അവർ പറയുന്ന കാര്യത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, റിപ്പീറ്റ് എമ്പതി, അക്നോളജ് ഇമോഷൻസ്. അവരുടെ ഇമോഷൻസ് നമ്മൾ ഉൾക്കൊള്ളുന്നതായിട്ട് നമ്മൾ അവർക്ക് ഫീൽ ചെയ്യണം. അപ്പോളജൈസ് ഫോർ ഒബ്വിയസ് മിസ്റ്റേക്സ് ഓർ സെറ്റ്. ഞാൻ നേരത്തെ ഇപ്പം OP കൗണ്ടറിൽ പലപ്പോഴും സംഗതി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്, മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങൾക്കൊക്കെ മറ്റ് സ്റ്റാഫും ഒക്കെ ആയിട്ടായിരിക്കും എന്തെങ്കിലും പറഞ്ഞ് തെറ്റുന്ന വിഷയങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളത് ഒരു പക്ഷേ സോറി തീരുമാനിക്കും. ഓഫർ ടു ഹെൽപ്പ് ഇൻ ഹെൽത്ത് കെയർ കൺസേൺ. തീർച്ചയായും നമ്മളെപ്പോഴും അവരെ സഹായിക്കാതിരിക്കുന്നവരാണെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കണം. എൻകറേജ് അതർ ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ്. ഡോണ്ട് ഫോർഗെറ്റ് ടു താങ്ക് ദ പേഴ്സൺ ഇഫ് ദ ഇഷ്യൂ റിസോൾവ്. തീർച്ചയായും പലപ്പോഴും നമ്മളങ്ങനെ ഒരു അവധാനതയോടുകൂടി ഇടപെട്ട് ആ ഒരു പ്രശ്നം, സംഘർഷഭരിതമായ സാഹചര്യം സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് താങ്ക്സ് പറയാൻ നമ്മൾ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്, things to avoid when speaking to angry patients. Suggesting a quick fix, don't get angry yourself. നമ്മൾ ഒരിക്കലും ഉറച്ച് സംസാരിക്കുക, നമ്മൾ ഭയങ്കര ഷൗട്ട് ചെയ്യുകയും ചെയ്യും, നമ്മൾ അവരുടെ ദേഷ്യം അതുപോലെ കാണിക്കരുത്. ബീങ് ഡിഫെൻസീവ് ഓർ ബ്ലെയിമിംഗ് ദ പേഴ്സൺ ഓർ പേഷ്യന്റ്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അവർക്ക് എന്തെങ്കിലും ഒരു റീസൺ കാണുമോ നമ്മൾ വിചാരിക്കണം. keep your cool and don't be manipulated by the patient's anger. Never get angry yourself or try to set limits by saying or stop yelling like that. As the fireworks explode, maintain eye contact with the patient and just listen. Try to understand the event that might have triggered the anger outburst. Next, please. Yes, please. Yes, please. 10-second rule. Avoid escalation of conversation. Okay, avoid escalation of conversation. Okay. കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. When your own emotions start to boil, especially in response to anger or blame, wait at least 10 seconds more if needed for them to calm down. നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ തിളച്ച് മറിയാൻ പാടില്ല. നമ്മൾ കാമാവണം. റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സമാധാനം ഒരു 10 സെക്കൻഡ് നമ്മളൊന്ന്
സമാധാനമായിട്ടിരിക്കണം. ഓക്കെ, അവോയ്ഡ് ബീങ് ഡിഫെൻസീവ് ഓർ ബ്ലെയിമിങ്. വെൽ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ബിക്കോസ് യു വെയിറ്റഡ് ടു ലോങ്, ലൈക്ക് ദാറ്റ്. Gather your thoughts and use keys such as tell me about your problem, like that. ഇങ്ങനെ സംസാരിച്ച് പോകണം. ഒരു എമ്പതറ്റിക് അപ്രോച്ച് നമുക്ക് ഉണ്ടാവണം, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ എടുത്തു ചാടി റെസ്പോണ്ട് ചെയ്ത് സിറ്റുവേഷൻ വഷളാക്കരുത്. സമാധാനമായിട്ട് കാമായിട്ട് സിറ്റുവേഷൻ കൈകാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയം നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. If de-escalation doesn't work, do not turn his or her back on the patient. വളരെ പ്രധാനം കേട്ടോ. Our direct eye contact with the patient, do not reason with the patient, do not challenge patient solutions or touch the patient. Set clear limits regarding the behavior. Next, please. Please. The angry person is getting better after, can you tell me what you need, or do you have any other suggestions on ways to solve the problem? അങ്ങനെയൊക്കെ അവരുമായിട്ട് interact ചെയ്യണം. End the conversation by trying to reach an acceptable arrangement. Offer options by saying here is how we could handle this, like that. അങ്ങനെ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പോസിറ്റീവ് ആയിട്ട് ഔട്ട്കം ഉണ്ടാകാൻ ശ്രമിക്കാം. നെക്സ്റ്റ് പ്ലീസ്. Some difficult situations may occur. Your patient or relative is angry and doesn't want to sit down. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വരാം. If you feel threatened by your angry patient relative, വളരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. നമുക്ക് എസ്കേപ്പ്, അപ്പോൾ അവിടെ സിറ്റുവേഷൻ ഓടി മാറാനാണ് നമുക്കൊരു സിറ്റുവേഷൻ അങ്ങനെയാണ് വാറണ്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള വാതിലുകൾ വേണം. പലപ്പോഴും നമ്മുടെ റൂംസ് ഒന്നും അങ്ങനെയല്ല, ബാക്കിൽ വാതിൽ പലപ്പോഴും ഉണ്ടാവത്തില്ല. അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറാൻ കഴിയും, അല്ലെങ്കിൽ സ്റ്റാഫിനോട് മാറാൻ കഴിയും. പിന്നെ ഇങ്ങനെ ബഹളം വയ്ക്കുന്ന ആളിനെ സുരക്ഷിതമായിട്ട് മറ്റു സ്റ്റാഫിന്റെ സഹായത്തോടുകൂടി പാർപ്പിക്കാനുള്ള, ടെമ്പററി ആയിട്ട് ഏതാനും മിനിറ്റുകളോ ഒക്കെ പാർപ്പിക്കാനുള്ള, കാം ആക്കാനുള്ള റൂംസ് ഉണ്ടെങ്കിൽ അവരെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആ സിറ്റുവേഷൻ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡ് നിയർ ആൻ എക്സിറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഓക്കെ, ഡോണ്ട് ലെറ്റ് ദ പേഴ്സൺ ടു ട്രാപ്പ് യു. നമ്മൾ എപ്പോഴും നമ്മളൊരു എക്സിറ്റ് വാതിലിന്റെ അടുത്തോട്ട് നമ്മൾ നിൽക്കാൻ ശ്രദ്ധിക്കണം. ഇഫ് യുവർ കൊളീഗ് ഈസ് ടു ബ്ലെയിം, ഡോണ്ട് ബി ടു ഡിഫെൻസീവ് ഓഫ് യുവർ കൊളീഗ്. The patient or relative wishes to file a complaint, be empathetic. പലപ്പോഴും നമ്മൾ ഇതെന്നാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്ത് വിടാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. വാട്ട് ക്യാൻ യു ചേഞ്ച് ഫ്രം ടുമോറോ? നാളെ മുതൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും? Better your communication skills in non-threatening clinical situations and at home, on phone and with kids. Manage your stress in whichever way you can. നമുക്ക് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ശ്രമിക്കാം. ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരിടത്ത് തന്നെ ഇരുന്ന് ഡ്യൂട്ടിനെ വരാം, ഒന്ന് എണീക്കാം, ഒന്ന് സ്ട്രെച്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. ഓക്കെ, ഷോ യു കെയർ ടു as much patients and caregivers, show you care to as much patients and caregivers. Smile warmly. Power breaks എടുക്കാം, 1 minute 2 minutes ഒരു പവർ ബ്രേക്ക് എടുക്കാം. Elicit positive feedback, give positive feedback. ഓക്കെ, വളരെ പ്രധാനമാണ്. നെക്സ്റ്റ് പ്ലീസ്. What can administrators change from tomorrow? Regularly greet and praise CMOs. വളരെ പ്രധാനം. നമുക്ക് ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സിനെ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും, അല്ലേ? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ കൊളീഗ്സ്, ടീം ലീഡർ എന്ന നിലയിൽ ആരാണോ ആ സ്ഥാപനത്തിന്റെ ഹെഡായിരിക്കുന്നത് അവരെപ്പോഴും കൊളീഗ്സുമായിട്ട് എപ്പോഴും ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ ശ്രമിക്കുക. ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ. അഗൈൻ, ഓൾവേസ് അറ്റൻഡ് ദെയർ കോൾസ്. ഈ CMOസും അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫ് ഒക്കെ വിളിക്കുന്ന സമയത്ത് അവരെ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഫോം എ സപ്പോർട്ട് ടീം ലൈക്ക് BBN ടീം ആൻഡ് അതൊക്കെ പുറത്തുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥലത്ത് വേണം. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വേണം. ഒരു സപ്പോർട്ട് ടീം എപ്പോഴും ഉണ്ടാകും, ഒരു എമർജൻസി ടീം എപ്പോഴും ഉണ്ടാകും. ബ്രിങ് ദം എ ചോക്ലേറ്റ് ഓർ കോഫി വേണ്ട. നമ്മുടെ സാധാരണ അതൊന്നും ഒരു വെസ്റ്റേൺ കൺസൾട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. നമ്മളൊരു കാലം കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്, അവരെ എൻകറേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംഭവം. ഓൾ റെഗുലർ ഡീബ്രീഫിംഗ് സെഷൻസ്. തീർച്ചയായും നമ്മുടെ ആശുപത്രികളിലൊക്കെയും അത്തരത്തിലുള്ള ഒരു റെഗുലറായിട്ട് സ്റ്റാഫ് മീറ്റിംഗ്സ് ഉണ്ടാവണം. അവരുടെ കൺസേൺസ് നമ്മൾ അറിയണം. ഡോക്ടേഴ്സ് മീറ്റിംഗ് വിളിക്കണം, അവരുടെ കൺസേൺസ് നമ്മൾ അറിയണം.
അപ്പോൾ അങ്ങനെ അവരുമായിട്ടുള്ള നല്ലൊരു കോഡിൽ ബന്ധം ഉണ്ടാകാൻ ശ്രമിക്കണം. ഒരാളുടെ വേദനയും വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഷെയർ ചെയ്യാനുള്ള ആ ഒരു അവസരം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ കാഷ്വാലിറ്റി സെറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അതിനുള്ള അവരെ അറിയാനും അവരുടെ പ്രയാസം അറിയാനും അതൊക്കെ മനസ്സിലാക്കാനും പരിഹരിക്കാനും നമ്മളാലാവുന്ന വിധ പരിഹാരം നിർദ്ദേശിക്കാനും കൊടുക്കാനൊക്കെ നമുക്ക് കഴിയണം. ഓക്കെ, എംപവർ അഗൈൻസ്റ്റ് അഗ്രഷൻ ഇൻ ഹെൽത്ത് കെയർ സിറ്റുവേഷൻ. ദി ചേഞ്ച് ഷുഡ് ഹാപ്പൻ. തീർച്ചയായും ഇനി ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ ദുരന്തങ്ങളെ കുറിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ അഭിമുഖീകരിച്ചാണ്. അപ്പോൾ അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കണം. പോളിസി ഡിസിഷൻ ഓഫ് സീറോ ടോളറൻസ് ടു വയലൻസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വളരെ പ്രധാനമാണ്. ഞാൻ സൂചിപ്പിക്കണം, ഈ വയലൻസിനെതിരായിട്ടുള്ള വലിയ ബോർഡുകളൊക്കെ സ്ഥാപിക്കാം, സന്ദേശങ്ങൾ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പല ആശുപത്രികളിൽ ഇപ്പം എന്തുണ്ട്, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഉണ്ട്. ആ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം വഴി, മൈക്ക് വഴി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ഈ സന്ദേശം. ഈ ആശുപത്രി ജീവനക്കാർക്കെതിരെയും ആശുപത്രിക്കെതിരെയും നടക്കുന്ന ആക്രമണങ്ങളും മറ്റും ഇത്തരത്തിൽ കടുത്ത ഇങ്ങനെയുള്ള ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്നും അത് ഒരു കാരണവശാലും നമ്മൾ സഹിക്കാൻ പോകുന്നില്ല, ഗവൺമെന്റ് അതിനെ അനുവദിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രിയിലെ ജോലി ചെയ്യുന്ന ആളുകൾ അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ള ശക്തമായ സന്ദേശം നമുക്ക് ഈ ഇടവിട്ട് കാണിക്കാം. അതുപോലെ പലയിടത്തും നമുക്ക് TV ഇന്നും പല ആശുപത്രിയിൽ വെച്ചിട്ടുണ്ട്. ആ TV-യിലൂടെയും റെഗുലറായിട്ട് ഇങ്ങനെ എഡ്യൂക്കേറ്റീവ് പ്രോഗ്രാംസ് നമുക്ക് കാണിക്കാം. ഈവൻ പബ്ലിക് ടെലിവിഷൻസ് ഉണ്ട്, പല ചാനൽസ് ഉണ്ട്. അതുവഴിയൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി, സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി, ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സന്ദേശങ്ങൾ സെലിബ്രിറ്റീസിനെ കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. നമുക്ക് ഡോക്ടേഴ്സിനെ കൊണ്ട്, ലീഡേഴ്സിനെ കൊണ്ട് ആ സന്ദേശം നൽകാൻ സാധിക്കും. ലീഗൽ മേഖല, നിയമവിദഗ്ധരുടെ സന്ദേശം കൊടുക്കാൻ സാധിക്കും. ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പൊളിറ്റീഷ്യൻസ്, ഭരണകർത്താക്കൾ, അവരുടെയൊക്കെ സന്ദേശം കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി നമുക്കൊരു ഇനിയും വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയൊരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള ഒരു സമയമായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വേണം. നേരത്തെ പറഞ്ഞ എമർജൻസി റൂമിലൊക്കെ എമർജൻസി എസ്കേപ്പിനുള്ള സൗകര്യം വേണം. അങ്ങനെ ഒട്ടേറെ ചേഞ്ചസ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഘടനയിൽ ഈ ഒരു കൺസൾട്ടേഷൻ റൂം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആശുപത്രി സംവിധാനം, ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള തരത്തിലായിരിക്കണം അതിൻ്റെ നിർമ്മാണ രീതികൾ. അതുപോലെ തന്നെ അവിടുത്തെ നിർഗമന പാതകളൊക്കെ ഉണ്ടായിരിക്കണം നമുക്ക് എല്ലാം. അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റെഗുലർ ട്രെയിനിങ് ആൻഡ് ഡ്രിൽസ്, മോക്ക് ഡ്രിൽസ് ഒക്കെ നമുക്ക് വെക്കണം. നമ്മൾ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും മോക്ക് ഡ്രിൽസ് നമ്മൾ നോക്കുന്നത്. അതുപോലെ ഇതും നമ്മൾ അത്തരത്തിലുള്ള ഈ വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മോക്ക് ഡ്രിൽസ് ഒക്കെ നമുക്ക് സമർപ്പിക്കണം. എങ്ങനെ നേരിടണം, അതിനുള്ള ട്രെയിനിങ്സ് എല്ലാം നമ്മൾ സ്റ്റാഫിന് കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യണം, ഓഡിറ്റ് വയ്ക്കണം, ഡീബ്രീഫിംഗ്, ഡോക്യുമെന്റേഷൻ, റിസ്ക് അസസ്മെന്റ്, ഓക്കെ, ക്ലിനിക്കൽ ലീഡ് ടു മിറ്റിഗേറ്റ് ഓവർ ക്രൗഡിങ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സമയം ചുരുക്കമാണ്, ഞാനിത് പോകുന്നില്ല. നമുക്ക് ഏതാണ്ട് 1 മണിക്കൂറോളായിരുന്നു സംസാരം ആരംഭിച്ചിട്ട്. നെക്സ്റ്റ് പ്ലീസ്. ഇപ്പോൾ തീരാൻ പോവാണ്. ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണോ എന്നുള്ളത് പറയാം. ഡിഫിക്കൽട്ട് ടു ഡു വെൻ യു ആർ എലോൺ. അതാണ്, ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കത് പ്രയാസമാണ്. എങ്കിലും നമ്മളത് ബൈ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കിങ്ങനെ പറ്റത്തുള്ളൂ. എങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇതുപോലെ സാഡ്നെസ് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോ ഡോക്ടർമാരും അത് പഠിക്കുന്നത്. വളരെ കാമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം. നീഡ്സ് ടൈം. ബെസ്റ്റ് ഫോം എ VBN ടീം നീഡ്സ് പ്രൈവസി ആൻഡ് സ്പേസ് അവേ ഫ്രം ഹോം, ക്രൗഡ് ഓഫ് കാഷ്വാലിറ്റി. ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഒരിക്കലും തുനിയരുത്. ആ വ്യക്തിയെ, ആരോടാണോ നമുക്ക് ഒരു ദുഃഖവാർത്ത അറിയിക്കേണ്ടത്, ആ വ്യക്തിയെ മാത്രം മാറ്റി നിർത്തി പ്രത്യേകിച്ച് ഒരു മുറിയിലോ മാറ്റി നിർത്തി അല്ലെങ്കിൽ ദൂരേക്ക് മാറ്റി നിർത്തി സംസാരിക്കുക. ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ പോകുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഈ സ്പൈക്സ് പ്രോട്ടോകോൾ എന്നുള്ള സംഗതി ഉണ്ട്, ഇവിടെ ശ്രദ്ധിക്കണം. സ്പൈക്സിന്റെ S എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് സെറ്റിംഗ് അപ്പ് ദി കോൺവെർസേഷൻ. ഈ ബ്രേക്കിംഗ് ദി സാഡ് ന്യൂസിനോട് ബന്ധപ്പെട്ടാണ്. പിന്നെ P പെർസെപ്ഷൻ, I ഇൻവിറ്റേഷൻ, K നോളജ്, E ഇമോഷൻസ്, സ്ട്രാറ്റജി ആൻഡ് സമ്മറി. ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്പൈക്സ് പ്രോട്ടോകോൾ. ഓക്കെ, വളരെ അവധാനതയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഈ വ്യക്തിയെ ഒരു വിഷമകരമായ കാര്യം നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ അയാളുടെ വൈകാരിക അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് പ്രസന്റ് ചെയ്യാൻ. എന്നാൽ വളരെ കാമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും വേണം. യെസ് പ്ലീസ്.
Next, please. സമയം ചുരുക്കുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. You can refer. Okay. Next, please. Next, please. What can specialists and journalists change from tomorrow? Greet and praise genuinely. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫഷണൽസ് തമ്മിലൊരു നല്ല ഊഷ്മളമായ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നിലനിർത്തണം, അല്ലെങ്കിൽ തുടങ്ങണം. ഇതുവരെ ആരും അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് തുടങ്ങണം. പരസ്പരം കാണാൻ മുഖാമുഖം നോക്കാനും ഗ്രീറ്റ് ചെയ്യാനും ഒക്കെ പോവുക. ഓരോരുത്തരെയും എന്തെങ്കിലും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. അതൊരു കളക്റ്റീവായിട്ട് നമുക്കത് പരിഹാരം കാണാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ എമർജൻസി റൂമിൽ നിന്നൊക്കെ മുകളിലുള്ള ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിക്കുന്ന സമയത്ത് ഫോൺ കോൾ എടുക്കാൻ തയ്യാറാവുന്ന ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ആശുപത്രിയുടെ മേലധികാരികൾ ഉണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ് ഈ കാഷ്വാലിറ്റി എംബോസിന് പറ്റി. അതുപോലെ തന്നെ അവർക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ആരെങ്കിലും നമുക്ക് ഇടപെടാനും നമ്മളെ ഗൈഡ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിൻ്റെ ഒരു സമാധാനമായിരിക്കും. അവർക്ക് അവരുടെ ആശങ്കകളൊക്കെ ഒഴിവാക്കാൻ പറ്റും, കുറച്ച് ബെറ്റർ തീരുമാനം എടുക്കാൻ പറ്റും, അത് ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. റെഗുലർലി അപ്ഡേറ്റ് എമർജൻസി മാനേജ്മെന്റ്, അതിലുള്ള ഷോർട്ട് സെഷൻസ്, നോൺ സ്പെഷ്യാലിറ്റീസ് വേണം. Always drop in and lend a hand when you are free, even if for a few minutes. അപ്പോൾ ഇതിലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സീനിയർ ഡോക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത്തരം സിറ്റുവേഷനിൽ എപ്പോഴും ജൂനിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവണം. എല്ലായിടത്തും ഒന്ന് ഓടിയെത്താനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം മനസ്സ് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ ആശ്വാസമായിരിക്കും. നെക്സ്റ്റ് പ്ലീസ്. വാട്ട് ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്? വളരെ പ്രധാനം. നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് പ്രധാനം ദി എബിലിറ്റി, കപ്പാസിറ്റി ആൻഡ് സ്കിൽ ടു ഐഡന്റിഫൈ, അസസ് ആൻഡ് മാനേജ് ദി ഇമോഷൻസ് ഓഫ് oneself, of others and of groups to help guide behavior and thinking in ways that enhance results. വളരെ പ്രധാനമാണ്. നമുക്ക് ഈ ഐക്യുവിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിയാം. EQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ ക്വോഷ്യൻ്റ് എന്നൊക്കെ നമ്മൾ പറയും. വൈകാരികമായ ആ ഒരു തലം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും മനുഷ്യരെന്ന നിലയിൽ പലതരത്തിലുള്ള ഈ അവസ്ഥകളിലൂടെ കടന്നു പോകും. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു സപ്പോർട്ട് നമുക്ക് വേണം തീർച്ചയായും. അപ്പോൾ മറ്റുള്ള ജീവനക്കാരെ നമ്മൾ മനസ്സിലാക്കണം, ഡോക്ടേഴ്സിനെ മനസ്സിലാക്കണം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പരസ്പരം കൈകോർക്കാനും പരസ്പരം സഹായിക്കാനും പിന്തുണ നൽകാനും ഒക്കെ ഉള്ള വലിയ മനസ്സ് നമുക്കുണ്ടാവണം. അതാണ് നമ്മുടെ സംഘടന ചെയ്യുന്നത്. IMAയുടെ വലിയ റോൾ അവിടെയാണ്. IMA നമ്മുടെ ഒരു വലിയ പിന്തുണയാണ് നമ്മൾ ഓരോ മെമ്പേഴ്സിനും IMA തരുന്നത്. താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. Good communication, empathy and positive attitude goes beyond our times. വളരെ പ്രധാനമാണ്. Okay, next please. Thank you so much for patiently listening. Thank you so much. Over to you for any questions or queries. I would like to thank Dr. Anup Shankar, my friend and colleague, for giving this opportunity to address this august audience of IMA Desinganad branch. താങ്ക് യു സാർ. താങ്ക് യു. വളരെ എനിക്ക് തോന്നുന്നു വളരെ എലാബറേറ്റ് ആയിട്ട് ദീർഘമായ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് സാർ നടത്തിയത്. ഇപ്പൊ ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ നമ്മുടെ മെമ്പേഴ്സിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഭാഗത്തിലടക്കം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ അത് ഞാൻ വായിച്ച് സാഗർ സാർ അതിന് മറുപടി പറയുന്നതായിരിക്കും. ശശി സാറിനെയൊക്കെ പോലുള്ള സീനിയർ മെമ്പേഴ്സ് ഉണ്ട്, വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും വളരെ എനിക്ക് തോന്നുന്നു കാലികമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഗുഡ് ഈവനിങ് സാഗർ. ഡോക്ടർ സിനിയാണ്. ശരിക്കും വളരെ നല്ല ടോക്കായിരുന്നു. ഒരുപാട് ഇങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയും പോയിന്റ്സ് അതിനകത്ത് വരണം. തീർച്ചയായും ലെങ്തിയാണെന്ന് എല്ലാവർക്കും തോന്നിയാലും. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സാർ പറഞ്ഞ പോലെ ഈ വയലന്റ് പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം വർക്ക്ഷോപ്പായിട്ട് ചെയ്താൽ കൊള്ളാം. നമുക്കൊരു ടീം വർക്ക്ഷോപ്പായിട്ടേ, അപ്പൊ കുറച്ചുകൂടി ആൾക്കാർ അത് മോക്ക് ഡ്രിൽ പോലെ ചെയ്താല് കുറച്ചുകൂടി ആൾക്കാർ, കൊച്ചു കുട്ടികളൊക്കെ കുറച്ചുകൂടി ഇതാവും, കോൺഫിഡൻസ് കൂടും. അത് നല്ലൊരു നിർദ്ദേശമാണ്. ഞങ്ങളുടെ ഈ സൈക്കാട്രി സെറ്റിംഗിൽ നമുക്ക് തൃശ്ശൂർ ഒരു ഇൻമൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സെന്റർ ഉണ്ട്. ഇൻമൈൻഡ്, ആ ഇൻമൈൻഡില് ഈ വയലന്റ് പേഷ്യൻസിനെയൊക്കെ മാനേജ് ചെയ്യാൻ ഏത് സിറ്റുവേഷനിലും എങ്ങനെ ശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്യണമെന്നുള്ള ഒരു നല്ല ഒരു ഹോസ്പിറ്റലാണത്.
ഒരു UK സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അവിടെ വെച്ചിട്ട് വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഓർക്കായിരുന്നു. ഈ ഡീഎസ്കലേഷൻ എങ്ങനെയാണ് ടെക്നിക്സ്. ഈ ഒരാൾ വയലൻ്റ് ആയി കഴിഞ്ഞാൽ അയാളെ നമ്മൾ അടിതട എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പണ്ട് പറയുമെങ്കിലും അതേപോലെ ഒരു വയലൻ്റായിട്ട് വരുന്ന ഒരാളിനെ എങ്ങനെ നമുക്ക് ഒരു ഇഞ്ചുറി നമുക്ക് കേൾക്കാതെ അയാൾക്കും ഇഞ്ചുറി വരാതെ തരത്തിൽ എങ്ങനെ അതിനെ നേരിടാൻ പറ്റും എന്നുള്ള രീതിയിൽ. പിന്നെ ഫയറാമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ. ഇപ്പോൾ തോക്കും കൊണ്ട് വന്ന് വെടിവെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു. പക്ഷെ അതല്ലാത്ത സിറ്റുവേഷനിൽ അതാണെങ്കിൽ പോലും അതൊക്കെ സംരക്ഷിക്കാനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫിസിക്കലി ഓൾസോ എങ്ങനെ മാനേജ് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ് ഒക്കെയാണ് അവിടെ നിന്ന് ലഭിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് മാഡം പറഞ്ഞ നല്ല നിർദ്ദേശമാണ്. IMA നേതൃത്വത്തിൽ, IMA ദേശിംഗനാടിന്റെ തന്നെ നേതൃത്വത്തിൽ നമുക്കൊരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. IMA സ്റ്റേറ്റ് ലെവൽ തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ് ശരിക്കും. ഒരു ഹാഫ് ഡേ എങ്കിലും വേണം മാഡം, ഹാഫ് ഡേ എങ്കിലും വേണം. അത് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഫുൾ ഡേ സെഷൻ ആയിരുന്നു, ഫുൾ ഡേ. തീർച്ചയായും സാറേ, എൻ്റെ ഒരു നിർദ്ദേശം IMA ദേശീയനാടിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റിൽ കൊടുക്കുന്നതായിരിക്കും. നല്ലൊരു നിർദ്ദേശമാണ് വന്നത്. മറ്റേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശ്യാം സാർ, ശശി സാർ. Dr. Sagar, really good talk. So no doubts. Thank you, sir. Thanks so much. ഇതിനകത്തെ സാഗർ വളരെ എക്സ്പീരിയൻസ്ഡ് സൈക്കാട്രിസ്റ്റ് ആണ്. വർഷങ്ങളായിട്ട് പല പല ആശുപത്രി ജോലി ചെയ്ത്. എനിക്ക് തോന്നുന്നത് ഇപ്പം മെന്റൽ ഹോസ്പിറ്റല് സൂപ്രണ്ടായിരുന്നോ? ആയിരുന്നു സാർ, ആയിരുന്നു. അതാ, അങ്ങനെ ആയിരുന്നു. അപ്പം അങ്ങനെ ആയിരുന്നു. അങ്ങനെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം നമുക്ക് ഇന്ന് തന്ന ടോക്ക് തന്നെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാവും. വി ഓൾ നോ now especially now when I see the doctors who are attending, ഒത്തിരി ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു ഇന്നത്തെ ടോക്കിന്. There were many juniors. So few points which I would like to highlight. Assault can be immediate or delayed, just as so many diseases and reactions are there. And as Dr. Sagar has mentioned, we can just gauge the body language of the patient, their bystanders. And naturally, most of the assaults are by the bystanders rather than the patient. Most of the assaults. An immediate assault may be due to friction at the time of attending the patient, or delayed attention, or the patient thinks that he gets inadequate attention or treatment. But we should be very careful of this delayed assault. Delayed assault, they come in a mob, and they assault all the staff, equipments, and the hospital. So that we should have a premonition that this can happen, because now when the government brought the doctors under the purview of the CPA, I think almost all the doctors consider every patient as his future litigant, every patient. And naturally, most of the doctors are now practicing defensive medicine. But now, another potential danger is we should now consider every patient and the bystander as a potential assaulter. See, that's the scenario now in hospitals. So naturally, we should take so much precautions. And recently, during our dharna and the strike at the secretariat, there were many speakers, and they were telling that we should keep, some telling that we should keep bouncers. And naturally, bouncers will not work now as in the medical, in the hospitals, immediate future, except in corporate hospitals.
But we can ask the government to keep a policeman with a weapon. See, the weapon should be visible to the bystanders and the patients always. And it should be it may be an air gun, no problem. But it should be a large rifle. So that itself is a deterrent, you see. And we know very well that as Dr. Sagar has rightly pointed, 90% of the persons who are attacked are ladies, 90%, because hospital, all doctors, especially ladies, they are soft targets. They know that they will not raise their hand. They will not raise their leg. But I think the lady doctors, minimum, they should be taught to raise their leg and give a kick. See, the distance of the leg is enough to deter any potential attacker. One kick, a strong kick, so they should practice kicking. I think that will do a lot of good. Now we come to the various causes. So now the common causes drugs. See, every other person now has got access to drugs. So this requires a system change. It requires a system change. And the system change should start from down upwards, from schools, colleges, all the NGOs, including Rotary, Lions, all the NGOs, all the student wings of the political parties, all the policemen, everybody should get involved to see that the system works properly, wherein the availability of drugs becomes slower and slower, and it comes to a nil available product. So unless we do that, I don't think this potential danger of attack. Well, you know, people, have you ever seen in the recent past any person going to the bank manager, if he denies a loan, or if he is frustrated, or if he gives a notice of non-payment and loan, nobody is going to attack. Have you heard of it? Any bank manager being attacked? Any bus conductor being attacked? Very, very rare. See, because they know that even now, I see in the Trivandrum KSRTC bus stand, a patient was demanding something genuinely from the counter of the KSRTC. We all know what happened. He was brutally attacked by the hospital staff, the security staff. So that itself instills fear in the public to go against the hospital staff. So sometimes we should also have some counter offensive. That's what I think. And another point is, why only modern medicine doctors are attacked? Have you heard of any doctor in other systems being attacked? Allopathy, Ayurveda, Homeo, Siddha, Unani. Of course, even dentists, I have not heard of even a single dentist being attacked. So I think this point, Dr. Sagar should elaborate once again on this point which I have made, why Yes, only we are being attacked. Yes, Thank you, Dr. Sagar. Thank you, Thank you, sir. Dr. Thank you, sir. Anru, for giving me the opportunity. Thank you, Yes. sir. Thank you for the nice word. Thanks, sir. താങ്ക് യു സാർ. മറ്റ് ഏതെങ്കിലും ആൾക്കാർക്ക് ഡൗട്ടോ? സാറിനെ നമ്മുടെ കൊല്ലം കളക്ടറേറ്റിന്റെ പരിസരത്ത് നമ്മൾ സംയുക്തമായി നടത്തിയ ധർണയിൽ സാറ് പങ്കെടുത്തിരുന്നു. ഞാൻ സാറിനെ അവിടെ വെച്ച് ഞാനിപ്പോൾ ഓർക്കായിരുന്നു, ഇന്ററാക്ട് ചെയ്ത് ഓർക്കായിരുന്നു. താങ്ക് യു വെരി മച്ച്. It's been long association with this, sir. Thank you, sir. Thank you so much. Thank you. താങ്ക് യു സാർ. ഒന്നുകൂടി ഞാൻ മറ്റ് ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയുന്നത്, സാഗർ സാർ നേരത്തെ ശശി സാർ പറഞ്ഞ പോലെ ദീർഘകാലം മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് മറ്റ് പല ആശുപത്രികളിലും മാറി വർക്ക് ചെയ്ത പല ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ജേർണൽസ് ഉൾപ്പെടെയുള്ള നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ പലപ്പോഴും മാറി തിരിഞ്ഞും എല്ലാം പല മാനസിക പ്രശ്നങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഒപ്പം തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ദൃശ്യ മാധ്യമങ്ങളിലും സാർ പല പരിപാടികളുമായിട്ട്
നമ്മളെ കണ്ടിട്ടുണ്ടാവും. വളരെ പൊതു പ്രവർത്തനമായുള്ള പല കാര്യങ്ങളിലും വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് സാഗർ സാർ. അപ്പം സാഗർ സാറിന്റെ ഒരു ടോക്ക് നമുക്ക് സാർ ഇത്രയും സമയമെടുത്ത് നമുക്ക് വേണ്ടി തന്നതിന് ഞാൻ സാറിനോട് നന്ദി പറയുന്നു ദേശികനാഥന്റെ പേരിൽ. താങ്ക് യു സാർ, വെരി എക്സലന്റ് പ്രസന്റേഷൻ. Thank you so much for the എനിക്ക് opportunity. അധികം Thank you.